ഇവിടത്തെ ക്രൈസ്തവർ വിശ്വസിക്കുകയാണെങ്കിൽ അതിനോട് തുല്യമായി അമുസ്ലിമീങ്ങളും വിശ്വസിക്കുകയാണെങ്കിലും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുകയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗീയ ലോകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന സ്ഥലമാണ് ശിലോനിലുള്ള ആദം മല എന്ന് പറയുന്ന ആ സ്ഥലത്ത്. അതുകൊണ്ട് പേര് തന്നെ ആദം മല എന്നാകാൻ കാരണം അവിടെ വന്നിറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ് അവിടെ മനുഷ്യരില്ല, സ്വീകരിക്കാൻ ഏതും സംഘടനക്കാരില്ല, രാഷ്ട്രീയക്കാരില്ല, ഒന്നുമില്ലാത്ത സമയത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വീകരിച്ചൊരു വിഭാഗമുണ്ട്. കാട്ടിലുള്ള മൃഗങ്ങൾ ഓടിച്ചെന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ നിന്ന് ബറക്കത്തെടുത്തുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. കാട്ടിലുള്ള മൃഗങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട മൃഗമാണ് മാൻപേടകൾ. ആ മാൻപേടകൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു എന്ന് അറിഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ ചെല്ലുകയും ബറക്കത്തെടുക്കുകയും ചെയ്തു. ആ ബറക്കത്തിന്റെ ഫലമായി ആ മാൻപേടയുടെ മുതുകിലൂടെ ചില വരികൾ, കസ്തൂരിമാനുകൾ എന്നും കാണാം. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബറക്കത്തെടുത്തതുകൊണ്ടാണ്. ആലോചിക്കണം നിങ്ങൾ. പക്ഷേ ആ മൃഗങ്ങൾ വന്ന് തിരിച്ച് കാട്ടിൽ വന്നു, അവ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് വല്ലാത്ത സുഗന്ധമടിക്കാൻ തുടങ്ങി. മക്കാശിഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം. അതിങ്ങനെ ബാക്കിയുള്ള മൃഗങ്ങൾ ഇങ്ങനെ അതിനെ ആസ്വദിക്കാൻ തുടങ്ങി. ഒരിക്കലും ആ മൃഗത്തിന് ഇതുവരെ കിട്ടാത്ത ഒരു വല്ലാത്ത സുഗന്ധം ഏതോ ചില മാൻപേടകളിൽ ലഭിച്ചു എന്ന് കണ്ടപ്പോൾ മറ്റുള്ള മാൻപേടകൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എന്തിൽ നിന്നാണ് വരുന്നത്? ഒരു പുതിയ മണത്തിലൂടെയാണല്ലോ, സ്മെല്ലിലൂടെയാണല്ലോ നിങ്ങൾ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ മാൻപേടകൾ പറഞ്ഞു, ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവയുടെ ബറക്കത്തെടുത്ത് ഞങ്ങൾ വന്നതാണ്, മഹാന്റെ ബറക്കത്തെടുത്ത് ഞങ്ങൾ ഇവിടെ വന്നതാണ്. ആ മഹാനെന്ന് ഞങ്ങളുടെ മുതുകിലങ്ങ് കൈവച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത മണം ലഭിച്ചു പോയി എന്ന് ബാക്കിയുള്ള മൃഗങ്ങളങ്ങ് കേൾക്കുമ്പോൾ അവര് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബറക്കത്തെടുക്കാനല്ല കേൾക്കുന്ന മൃഗം ചോദിച്ചത്. അവരങ്ങ് ഓടാൻ തുടങ്ങി. ബാക്കിയുള്ള ഈ മണം കേട്ട മൃഗം അങ്ങോട്ട് ഓടാൻ തുടങ്ങി. എന്തിനാണ്? മനം ആസ്വദിക്കാൻ മാത്രം, ബറക്കത്തെടുക്കാനല്ല. അങ്ങനെ അവിടെ ചെന്നു ആദം നബി അലൈഹിസ്സലാമിനെ അവർ കണ്ടു. പക്ഷേ ആ മണം അവർക്ക് ലഭിച്ചില്ല, ആ മൃഗത്തിന് ലഭിച്ചില്ല. കാരണം പോയത് രണ്ട് വിഭാഗമാണെങ്കിലോ പോയത് രണ്ട് മൃഗങ്ങൾ തന്നെയാണ്. ആദ്യത്തെ മൃഗങ്ങൾ പോയത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബറക്കത്തെടുക്കാനാണ്. രണ്ടാമത്തെ മൃഗം പോയത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബറക്കത്തെടുക്കാനല്ല, മറിച്ചു അവിടെ നിന്ന് മനം ആസ്വദിക്കാൻ, അവിടത്തെ സ്മെല്ല് ആസ്വദിക്കാൻ, സ്വന്തം സ്മെല്ല് ലഭിക്കാൻ വേണ്ടിയാണ്. രണ്ടും പോയത് മൃഗങ്ങളാണ്. ആദ്യത്തെ മൃഗം പോയത് ബറക്കത്തെടുക്കാനാണ്. രണ്ടാമത്തെ മൃഗം പോയത് ബറക്കത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, കേവലം സ്മെല്ല് ഉദ്ദേശിച്ചുകൊണ്ട്, മണം ഉദ്ദേശിച്ചുകൊണ്ട് പോയതാണ്. അതുകൊണ്ട് മാൻപേടകൾ രണ്ട് ചേരിയായി മാറുകയാണ്. ഒന്ന് ബറക്കത്തെടുത്ത മൃഗവും മറ്റൊന്ന് ബറക്കത്തെടുക്കാത്ത മൃഗവുമാണ്. ഇന്നും അത് കാണാം. ഒരു കൂട്ടം മൃഗത്തിന്റെ മുകളിലൂടെ വരികൾ കാണാം, ചില മൃഗങ്ങളിൽ വരികൾ കാണാനില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതെന്താണ്? അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ എവിടെയൊക്കെയുണ്ടോ
അമ്പിയാക്കൾ വലിയ മഹാന്മാരല്ലേ? അമ്പിയാക്കന്മാരെ അതാ ഔലിയാക്കളെക്കാൾ വലിയ സ്ഥാനം ലഭിച്ചവരല്ലേ? വലിയ പവർ ലഭിച്ചവരല്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ വെച്ച് ഏറ്റവും അത്യുത്തമരാറ് മനുഷ്യര്. ആ മനുഷ്യരിൽ ഏറ്റവും ഉത്തമന്മാരാണല്ലോ അമ്പിയാക്കള്. ആ അമ്പിയാക്കൾ ഏറ്റവും ഉത്തമന്മാരാണല്ലോ മുർസലികള്. അതിൽ ഉലുൽ അസ്മികളാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ സ്വലാത്ത് ചൊല്ലണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വെച്ച് അത്യുത്കൃഷ്ടരാണല്ലോ. ആ പ്രവാചകനെ കാണാൻ എവിടെ നിന്നാണ് ആളുകൾ വന്നിരുന്നത്? ഏത് സ്ഥലത്തിൽ നിന്നാണ് ആളുകൾ വന്നിരുന്നത്? കാട്ടിൽ പോയാ കാട്ടിൽ തെളിയിച്ചുകൊണ്ട് ആടുകളെ തെളിയിച്ചു കൊണ്ടുപോയ ആട്ടടയന് വരെ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അതേ ചെന്നായ വിളിച്ചു പറയുന്നു, എടോ നിന്റെ നാട്ടിലൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അയാളെ കാണാൻ നീ പോകുന്നില്ലേ? ലോകത്തിൽ അറബി ഭാഷയിൽ തന്നെയതാ ആ ചെന്നായി സംസാരിച്ചപ്പോഴാണ് ആട്ടടയൻ ചിന്തിക്കുകയാണ്, പടച്ച തമ്പുരാനെ, ഈ ചെന്നായ സംസാരിച്ചതാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ചെന്നായ പറയുന്നത്, എന്റെ സംസാരം വലുതല്ല, ഞാൻ സംസാരിക്കുന്നത് വലിയ വിഷയമല്ല. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള പശുവെന്ന് സംസാരിച്ചാൽ എത്ര വലിയ വിഷയമായി മാറിപ്പോകും, എത്ര പേപ്പറുകൾ ചാനലുകളിൽ അത് വന്നു പോകും, എന്തൊക്കെ സംഭവിച്ചു പോകുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അതാ ആടിനെ മേയ്ക്കാൻ പോയതായ ആട്ടടയന് അദ്ദേഹത്തിന്റെ ആട്ടിന്റെ കൂട്ടത്തിൽ നിന്നൊരു ആട്ടിനെ അതാ ചെന്നായ പിടിച്ചപ്പോ അയാള് ആ ചെന്നായ അടിക്കുമ്പോഴാണ് ചെന്നായ ചോദിക്കുന്നത്, മോനെ, എനിക്ക് അല്ലാഹു നൽകിയ ഭക്ഷണമല്ലേ, ഇറയല്ലേ, അത് എന്തിനാണ് നീ വലിച്ചെടുക്കുന്നതെന്ന് ചെന്നായ സംസാരിക്കുമ്പോഴേക്കാണ് ആട് മേയ്ക്കുന്ന ആട്ടടയൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പടച്ചവനെ, എന്താണ് ഞാനിത് കേൾക്കുന്നത്? ഒരു ചെന്നായയുടെ സംസാരമാണോ? അപ്പോഴാണ് ചെന്നായ വീണ്ടും സംസാരിക്കുന്നത്, ഇത് അത്ഭുതമല്ല, ഇത് അദൃശ്യമല്ല, നാളത്തെ വർത്തമാനം പറയുന്ന ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സംഗതികള്, ഓരോ സെക്കൻഡുകളും ഓരോ സ്ഥലങ്ങളും ഓരോ സംഭവങ്ങളും പറയുന്ന ഒരു പ്രവാചകൻ മക്കയിൽ വന്നിട്ടുണ്ട്. ആ പ്രവാചകനെ കാണാൻ നീ പോകുന്നില്ലേ? ആ പ്രവാചകനല്ലേ അത്ഭുതം, അത്ഭുതം, അത്ഭുതം. ഈ എന്റെ സംസാരം ഒരിക്കലും അത്ഭുതമല്ല. ഞാനിതെന്തിന് പറഞ്ഞു? എവിടെയാണ് മഹാന്മാരുള്ളത്? ഔലിയാക്കൾ എവിടെയാണുള്ളത്? ആ സ്ഥലത്തിലേക്കൊക്കെ ജനങ്ങൾ ഇങ്ങനെ കൂലം കുത്തി വഴുകയാണ്. ചില ആളുകൾ ഒഴുകുന്നത് എന്തിനാണെന്നറിയോ? ആ വലിയന്റെ ബറക്കത്തെടുക്കാനാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടത്തെ ഉസ്താദുമാരി പറഞ്ഞു, ഉസ്താദേ, ഈ മഹാന്റെ മക്കബറയിൽ എല്ലാ ദിവസത്തിൽ ചോറ് വെക്കാനുണ്ട്, കഞ്ഞി വെക്കാനുണ്ട്.
ആ ഉറൂസിന്റെ സമയത്ത് എല്ലാ ദിവസവും ഭക്ഷണമുണ്ട്. എത്രയോ ആളുകൾ ഇവിടെ കടന്നു വരാറുണ്ട്. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. അപ്പോൾ എന്തിനാണ് അവരൊക്കെ കടന്നു വരുന്നത്? ഈ വലിയന്റെ ബറക്കത്തെടുക്കാനാണ്, വലിയന്റെ പൊരുത്തം സമ്പാദിക്കാനാണ്, വലിയന്റെ ബഹുമാനം സ്വീകരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വലിയന്റെ കാറ്റഗറി മനസ്സിലാക്കാനല്ല, വലിയന്റെ വലിയ അതാ ചോദ്യം ചെയ്യാനല്ല, വലിയെ കുറിച്ചിട്ട് അവിടുന്ന് പഠിക്കാനല്ല. വലിയ ആരാണ്? നിങ്ങൾ ഒരിക്കലും ഇവിടെ കിടക്കുന്ന മഹാനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇവിടെ കിടക്കുന്ന ഈ മദനീ തങ്ങളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കൂട്ടത്തില് ആരും കണ്ടിട്ടില്ല. സയ്യിദ് മദനി ഉള്ളാളത്ത് പോയി സിയാറത്ത് ചെയ്യുന്ന നിങ്ങൾ ആരും ഉള്ളാള സയ്യിദ് തങ്ങളെ കണ്ടിട്ടില്ല, മദനീ തങ്ങളെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ മദനീ തങ്ങളെ പോയി സിയാറത്ത് ചെയ്യുകയാണ്. കാണാത്തൊരു വലിയനെ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നു, കാണാത്തൊരു മഹാനെ സിയാറത്ത് ചെയ്യുന്നു. അജ്മീരിലേക്ക് പോകുന്ന കഷ്ടപ്പെട്ടുകൊണ്ട് ഫ്ലൈറ്റിലും വാഹനങ്ങളിലും, അതുപോലെ തന്നെ അതാ ട്രെയിനിലും പോവുകയാണ്. അജ്മീർ ഖാജാനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ കാണാത്ത അജ്മീർ ഖാജാ തങ്ങള് ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നു, ഉംറയിലേക്ക് പോകുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളിപ്പോൾ ജീവിതത്തിൽ ഹയാത്തോടെ കണ്ടിട്ടില്ല. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ദർബാറിലേക്കൊന്നെത്താൻ, ആ സ്ഥലത്തിലേക്കൊന്നെത്താൻ ഇവിടത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും കൊതിക്കുന്നില്ലേ? അർദ്ധരാത്രിയുടെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ? റബ്ബേ, എനിക്കൊന്ന് ഹബീബായ നബി തങ്ങളുടെ റൗളയിലേക്കൊന്ന് എത്തണം, ഒന്ന് സലാം പറയണം. മാ ബൈന ഖബ്രി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണോ. അതേ സമയത്ത് നബി തങ്ങൾക്ക് സലാം പറയണോ. ആ ഒരു സ്ഥലമൊന്ന് കാണണോ. എന്ത് ചിന്തിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് എന്തായാലും വേണ്ടിയില്ല, എനിക്കൊന്ന് മദീനയിലേക്കൊന്ന് എത്തണം, ഒന്ന് കഅബ ഷരീഫിലേക്കൊന്ന് എത്തണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരല്ലേ? ഞാനിതെന്തിനാണ് പറഞ്ഞു വരുന്നത്? ഔലിയാക്കളെ ബഹുമാനിക്കുന്നത് എന്തിനാണ്? സ്വാലിഹീങ്ങളെ ആദരിക്കുന്നത് എന്തിനാണ്? പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നത് എന്തിനാണ്? ആഖിറം വിജയിക്കാനും അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഔലിയാക്കള് വലിയ പവർ ലഭിക്കാനുള്ള കാരണം എന്താണ്? ഈ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് സാധാരണ ജനങ്ങൾ മരിക്കുമ്പോൾ ആളുകൾ അവിടെ എത്താത്തത്? എന്തുകൊണ്ട് മരണപ്പെട്ടു പോയ സാധാരണ ജനങ്ങളെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി സിയാറത്ത് ചെയ്യാത്തത്? ഒരു നിമിഷമൊന്ന് ചിന്തിക്കണേ. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, മഹാന്മാരായ ഔലിയാക്കള് ഈ ലോകത്തിൽ ജീവിച്ചത് അവിടുന്ന് ഹവൻ നഫ്സിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ്, ശരീര ഇച്ഛയിൽ നിന്ന് മാറിക്കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞില്ലേ, ഖാലിഫിൻ നഫ്സ വ ശൈത്വാന വഹസിഹിമാ. ഓ ജനങ്ങളെ, നിങ്ങളെ ശരീരത്തിന് നിങ്ങൾ എതിരെ പ്രവർത്തിച്ചോ? നിങ്ങളുടെ ശരീരമാകുന്ന ഹവൻ നഫ്സ് ഉണ്ട്. നിങ്ങളെ കൂടെ പിറന്ന സമയത്ത്, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെ ചെയ്താ നിൽക്കുന്ന ഒരു ശത്രുവുണ്ട്. അവനാരാണ്? ഇബ്ലീസുൽ ലഈൻ.
ഉറക്കെ ചൊല്ലിക്കോ ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ഈ രണ്ട് ആളുകളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ നിങ്ങൾക്ക് വലിയ പദവി എത്താമല്ലോ, വലിയ സ്ഥാനമെത്താമല്ലോ, വലിയ പവർ നിങ്ങൾക്ക് ലഭിക്കാമല്ലോ. അതിൽ ഒന്നാണ് നമ്മുടെ ഹവൻ നഫ്സ്. വഅബ്ദുൽ ഹവാ യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവത്തിൻ ഔ ഇൻദ സദുമി ബലിയതി. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണോ, അല്ലാഹുമായി അടുക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്, എത്ര പ്രയാസമുണ്ട്. നമ്മളൊന്ന് ആലോചിക്കണം. അവർ ഈ വലിയ സ്ഥാനം ലഭിച്ചത് അവരിങ്ങനെ നമ്മൾ ജീവിച്ചതുപോലെയല്ല ജീവിച്ചിട്ടല്ല, നമ്മൾ സംസാരിച്ചതുപോലെ സംസാരിച്ചിട്ടല്ല, നമ്മൾ നോക്കിയതുപോലെ നോക്കിയിട്ടല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചൊന്ന് നിങ്ങൾ ആലോചിച്ചോ, ചില ആളുകൾക്ക് വല്ലാത്ത രോഗമാണ്, അത് കിഡ്നി ഫെയിലാണ്. ആ കിഡ്നി ഫെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ഡയാലിസ് ചെയ്യുകയാണ്. അങ്ങനെ ഡയാലിസ് ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് ഡോക്ടർമാര് പറയുകയാണ്, മധുരം കഴിക്കാൻ പറ്റില്ല, അതേ ഉപ്പ് കഴിക്കാൻ പറ്റില്ല, മുളക് കഴിക്കാൻ പറ്റില്ല, മറ്റുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ ഇവൻ അതിനെ കുറച്ചെങ്കിലും ഉപയോഗിക്കാതെ വിടുന്നില്ല. കാരണം അവനിക്ക് മധുരം കഴിച്ചേ പറ്റൂ, ഉപ്പ് കഴിച്ചേ പറ്റൂ, എരിവ് കഴിച്ചേ പറ്റൂ. അവന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇതാണ് ഹവൻ നഫ്സ് എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം പറഞ്ഞതുപോലെയാണ് അവന് കേൾക്കുന്നത്. ശരീരം എന്താണ് ആവശ്യപ്പെടുന്നത്? എനിക്ക് സിനിമ കാണണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഞാൻ സിനിമ കാണുന്നില്ല എന്ന് പറയാനില്ല. അഥവാ അവനിക്ക് എന്ത് ജോലിയുണ്ടെങ്കിലോ എന്ത് തിരക്കുള്ള പരിപാടി ഉണ്ടെങ്കിലോ അവന് സിനിമ കാണുന്നവനാണെങ്കിലോ അവന്റെ ശരീരം പറയുകയാണ് സിനിമ കാണാൻ, അല്ലെങ്കിൽ തോന്നിവാസം ചെയ്യാൻ അവന്റെ അതിനു വേണ്ടി സമയം പ്രത്യേകമായി എടുത്തു വെക്കുന്നവനാണ്. അവൻ എത്ര വലിയ തിരക്കുണ്ടായാലും അവന്റെ ശരീരം പറയുന്നത് പോലെ അവൻ കേൾക്കുന്നു. വൈകുന്നേരം അനാവശ്യമായി ചെലവഴിക്കണ്ട, അല്ലെങ്കിൽ അനാവശ്യമായി പ്രവർത്തിക്കണ്ട എന്ന് അവനോട് ആര് പറഞ്ഞാലും പക്ഷേ അതവൻ ചെയ്യാതിരിക്കില്ല. മഹാന്മാരായ ആളുകൾ പറയുന്നത് കണ്ടോ, മഹാന്മാരായ ആളുകൾ അതാ കണ്ടില്ലേ, ഈകാഉൽ ഹിമം എന്ന് പറയുന്ന ഗ്രന്ഥത്തില് മഹാന്മാര് പറയുകയാണ്, സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മഹാന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവർക്ക് ഉച്ചത്തെ ഭക്ഷണം അവർക്ക് ലഭിച്ചു പോയി. അങ്ങനെ അവർക്ക് അല്പം വയറ് നിറഞ്ഞപ്പോൾ അവര് പറയുകയാണ് അൽഹംദുലില്ലാഹ്, പടച്ചവനെ എനിക്ക് നീ ഭക്ഷണം തന്നല്ലോ, എനിക്ക് നീ വയറ് നിറക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് തന്നല്ലോ. പക്ഷേ വൈകുന്നേരമായി കഴിഞ്ഞാൽ എനിക്ക് ചായ വേണം, അതെവിടെന്ന് സംഭരിക്കൂ. രാത്രിയാകുന്ന സമയത്ത് എനിക്ക് ചോറ് വേണം, അതെവിടെന്ന് ഞാൻ ഉണ്ടാക്കൂ എന്ന് ചിന്തിക്കുന്ന ചിന്താഗതി മഹാന്മാർക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ചിന്തിക്കാനാ ഞാൻ പറയുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഞങ്ങൾക്ക് നാളെയുടെ ചിന്തമല്ല, മറ്റന്നാളുടെ ചിന്തമല്ല. നമ്മുടെ മക്കൾക്ക് സ്വത്ത് വേണം, നമ്മുടെ കുടുംബത്തിന് സ്വത്ത് വേണം, ഞാൻ മരിച്ചാലും സ്വത്ത് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആരെയും കൊള്ളയടിക്കുന്നതിനെ മറക്കുന്നില്ല. എന്തും അതാ ചെയ്ത് പണം സമ്പാദിക്കുന്നതിന് ഞങ്ങൾ മടിക്കുന്നില്ല. എന്തും കാട്ടിക്കൂട്ടാൻ ഞങ്ങൾ ഒരിക്കലും അതാ മടിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അതാ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കണോ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണോ, എങ്ങനെയെങ്കിലും അധ്വാനിക്കണോ.
അധ്വാനിച്ച് ഞാനൊരു പണക്കാരനാകണോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾ രാത്രിയും പകലും ഉറക്കം ഒഴിച്ച് ഞങ്ങൾ അധ്വാനിക്കുന്നവരാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് കട്ടാലും കുഴപ്പമില്ല, കൊള്ളയടിച്ചാലും കുഴപ്പമില്ല, വഞ്ചിച്ചാലും കുഴപ്പമില്ല. ഇദത്തുഖിദൽ ഫയഉദി വലാ വല്ലമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ. പരിശുദ്ധരായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ സ്വലാത്ത് ചൊല്ലിക്കോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊതുസ്വത്ത് കക്കുകയും കള്ളം പറയുന്ന കാലം നിങ്ങൾക്ക് വരാനുണ്ട്. ഇന്ന് കണ്ടില്ലേ എത്രയാണ് പൊതുസ്വത്തുകളെ മനുഷ്യർ കൊള്ളയടിക്കുന്നത്, എത്ര ആളുകളാണ് വഞ്ചന നടത്തുന്നത്. പള്ളിയുടെ പണം എന്ന് വേണ്ട, പഞ്ചായത്തിന്റെ പണമെന്ന് വേണ്ട, ഗവൺമെന്റിന്റെ പണമെന്ന് വേണ്ട, അത് മുഴുവനും പൊതുസ്വത്തല്ലേ. അത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെലവഴിക്കുന്നു, അനാവശ്യമായി ചെലവഴിക്കുന്നു. ഒരു പള്ളി കമ്മിറ്റിക്കാരാണെങ്കിലോ, ഇവിടത്തെ സംബന്ധിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, ഇവിടത്തെക്കാര് അതിൽ വിശുദ്ധന്മാരായിരിക്കാം. എന്നാൽ പള്ളിക്ക് വേണ്ടി ചില കമ്മിറ്റിക്കാര് പണം സമ്പാദിക്കുകയാണ്. പള്ളിയുടെ ഔള് വിശാലമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള പുരോഗമനത്തിന് വേണ്ടിയിട്ട് അവനവനിക്ക് തോന്നിയതുപോലെ അതിനെങ്ങനെ വിശാലമാക്കുന്നു. പിറ്റേന്ന് 3 കൊല്ലം കഴിഞ്ഞ് മറ്റൊരു കമ്മിറ്റി വരികയാണ്, അതിനെ പൊളിച്ചു മാറ്റുകയാണ്. അവരും വേറെ കളക്ഷൻ ആക്കുകയാണ്, പണമുണ്ടാക്കിയിട്ട് അവരും നിർമ്മിക്കുകയാണ്. 3ാമത്തെ പ്രാവശ്യം പിന്നെ ഒരു വിഭാഗം വന്നാൽ അവരും അങ്ങനെ ചെയ്യുകയാണ്. ഇങ്ങനെ പൊതുസ്വത്തുകൾ 1 കൊല്ലത്തിനോ 2 കൊല്ലത്തിനോ 3 കൊല്ലത്തിനോ ഉപയോഗിച്ച് അതിനെ പൊളിച്ച് മാറ്റാൻ ജനങ്ങൾ മടിക്കുന്നില്ല. പൊതുസ്വത്ത് അനാവശ്യമായി ചെലവഴിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കത് ഖിയാമത്ത് നാളിന്റെ കാലഘട്ടമാണ്. നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്തില്ല. നിങ്ങളുടെ കുടുംബത്തിന് വല്ലാത്ത രോഗം ബാധിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥ ഈമാനിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്. കാരണം എന്താണ്? പള്ളി ഭരിക്കുന്ന ആളുകൾ പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിച്ചില്ല. എത്രയെത്ര പള്ളി കമ്മിറ്റിക്കാരാണ് അങ്ങനെ സൂക്ഷ്മത പാലിക്കാതെ പാവങ്ങൾ നൽകുന്ന പണങ്ങൾ, കഷ്ടപ്പെട്ട് നൽകുന്ന പൊനഗോദാവരി സംഖ്യകൾ, വന്തികകൾ അനാവശ്യമായി ചെലവഴിക്കുന്ന കാലഘട്ടം വന്നാൽ അത് നിങ്ങൾക്ക് വലിയ ആഫത്താണ്. നിങ്ങൾക്കുള്ള കുടുംബത്തിന് രോഗമാണ്, നിങ്ങൾക്കും രോഗമാണ്. ഇനി നമ്മുടെ കുമ്പോൾ തങ്ങൾ വന്നിവിടെ ദുആ ചെയ്തിട്ട് അതേ സമയത്ത് അതേ തങ്ങന്മാരെ എത്ര ദുആ ചെയ്താലും, ഏത് മഹാന്മാരായ വലിയ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്തില്ല. ജനിക്കാൻ പോകുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ കിഡ്നി തകരാറാണ്. ഭാര്യയുടെ വയറ്റിലതാ ഗഡ്ഡയാണ്, മക്കൾക്ക് രോഗമാണ്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം രോഗമാണ്, പുതിയ പുതിയ രോഗങ്ങള്. എണിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള രോഗങ്ങൾ അതാ കുടികുത്തി വാഴുകയാണ്. പക്ഷേ എന്തുകൊണ്ടത് ലഭിച്ചു പോകുന്നു?
പൊതുസ്വത്ത് കക്കുകയും കള്ളം പറയുന്ന കാലഘട്ടങ്ങളൊക്കെ വന്നാൽ ഗവൺമെന്റിൽ നിന്ന് 1 ലക്ഷമോ 10 ലക്ഷമോ ഒരു റോഡ് നിർമ്മാണത്തിന് വേണ്ടിയതാ വന്നാൽ അവിടെയും ആ റോഡിന്റെ പകുതി മാത്രം ചെലവഴിക്കുന്നു, പകുതി ആരോ കഴിക്കുന്നു. ഇങ്ങനെ കഴിച്ചപ്പോഴാണ് പൊതുസ്വത്താണത്. ആ പൊതുസ്വത്ത് അതാ തോന്നിവാസം ചെയ്യുകയാണ്, സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്, ഇങ്ങനെ തമ്മാടിത്തരം ചെയ്യുകയാണ്. ഇതല്ല ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇദത്തുഖിദൽ ഫയഉദി വലാ വല്ലമാനതു മഗ്നമാ. വിശ്വസിച്ചവനെ വഞ്ചിക്കുന്ന കാലഘട്ടം വന്നാൽ സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ വിശ്വാസം ആർക്കാനുള്ളത്? ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ ശറഇന്റെ നിയമപ്രകാരം ഒരു ഭർത്താവിനെ ഭാര്യ വിശ്വസിക്കണ്ടേ, ഒരു ഭാര്യയെ ഭർത്താവ് പൂർണ്ണമായി വിശ്വസിക്കണ്ടേ. എന്നാൽ അവരുടെ ഇടയിൽ മാത്രമേ സന്തോഷമുണ്ടാവുകയുള്ളൂ, ഗുണമുണ്ടാവുകയുള്ളൂ, റാഹത്തുണ്ടാവുകയുള്ളൂ, ഐക്യമുണ്ടാവുകയുള്ളൂ. അങ്ങനെ അതാ ഉണ്ടായി കഴിഞ്ഞാലോ അതിൽ നിന്ന് ഉണ്ടാകുന്ന സംസാരങ്ങളോ നല്ല സുന്ദരമായ, നല്ല സ്വഭാവമുള്ള, നല്ല അനുസരണയുള്ള മക്കള് മാത്രം വളർന്നു വരുമല്ലോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്ന ഔലിയാക്കന്മാരെ കുറിച്ചാണ്. ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കാത്ത കാലഘട്ടം വന്നില്ലേ? ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കാത്ത കാലഘട്ടം വന്നില്ലേ? വാപ്പ മകനെ വിശ്വസിക്കാത്ത കാലഘട്ടം വന്നില്ലേ? മകൻ വാപ്പയെ വിശ്വസിക്കാത്ത കാലഘട്ടം വന്നില്ലേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പെൺകുട്ടികള് 1 സെക്കൻഡ് പോലും വിശ്വസിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല, രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. എവിടെ പോയി സഹോദരങ്ങളെ വിശ്വാസമില്ലെന്നുള്ളത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഒരൊറ്റൊരു ചോദ്യമുണ്ട്. നമ്മൾ കുമ്പളയിൽ നിന്ന് ഈ നാട്ടിലേക്ക് വരുമ്പോ എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ റോഡുകാർ നിർമ്മിച്ച ഒരു പാലം അതിന്റെ ഇടയ്ക്ക് എവിടെയും നിങ്ങൾക്ക് ലഭിക്കാനില്ലേ? പാലം ലഭിക്കില്ലേ നിങ്ങൾക്ക്? ഉണ്ടല്ലേ? ആ പാലം ഉണ്ടല്ലോ, പാലുണ്ടല്ലോ. ആ പാലത്തിലൂടെയാണല്ലോ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്, ആ പാലത്തിലൂടെയാണല്ലോ നിങ്ങൾ നടന്നു പോകുന്നത്, ആ പാലത്തിലൂടെയാണല്ലോ നിങ്ങൾ സഞ്ചരിക്കുന്നത്. എന്നാൽ ആ പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോ ഞാനോ നിങ്ങളോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോയെന്ന് വെക്കാ, പടച്ചവനെ ഞാൻ ആ പാലത്തിലൂടെ സഞ്ചരിച്ചാലോ, ആ പാലമൊന്ന് ഇടിഞ്ഞിട്ട് താഴോട്ട് വീണാലോ ഞാനെവിടെ പോകുമെന്നറിയുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആ പാലത്തിൽ നിന്ന് അക്കരെ കടക്കാൻ പറ്റുമോ? ഞാനൊരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ബൈക്കുകാരനോ, ഒരു കാർ ഓട്ടുന്നവനോ, ഒരു വലിയ ലോറി ഓട്ടുന്നവനോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെഹിക്കൽ ഓട്ടുന്നവനോ ആ പാലത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പൊ പാലത്തിനോട് നിങ്ങൾക്ക് വലിയ വിശ്വാസമാണ്. ഞാൻ അതിലൂടെ സഞ്ചരിച്ചാൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ അക്കരത്തി കളയാമെന്നുള്ള ചിന്തയാണ്. ഇനി നിങ്ങളുടെ വീടുകളെ നിങ്ങളെ പരിശോധിച്ചോ, അമ്പന ചുംബികളായ മണിമാലികൾ നിങ്ങളുടെ വീട്ടിലുണ്ട്, അഥവാ വലിയ വീടാണ് നിങ്ങളുടെ വീട്. രാത്രിയൊക്കെ വീട്ടിലൂടെ നിങ്ങൾ കയറി, നിങ്ങളെ ഭാര്യ സന്താനങ്ങൾ അതിൽ താമസിച്ച് രാത്രി ഒന്ന് കിടക്കാൻ നേരം സുബ്ഹാനല്ലാഹ് റബ്ബിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ അതാ ചുമലിലേക്ക് നോക്കിയിട്ട്, അഥവാ ബാർപ്പിലേക്ക് സ്ലാപ്പിലേക്ക് ഒന്ന് നോക്കിയിട്ട്, പടച്ചവനെ ഈ
കാണുന്ന പാർപ്പൊന്ന് എന്റെ തലയിലേക്ക് വീണാലോ, എന്റെ മകന്റെ തലയിലേക്ക് വീണാലോ, എന്റെ ഭാര്യയുടെ തലയിലേക്ക് വീണാലോ എന്നിതാ ചിന്തിച്ചുകൊണ്ട് നീ അതാ കിടന്നാൽ നിനക്ക് ഉറക്കം വരുമോ രക്ഷിതാക്കളെ? ഓ എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, എന്റെ വയല് കേൾക്കുന്ന സഹോദരിമാരെ, ആലോചിക്കാനും പഠിക്കാനാണ് പറയുന്നത്, ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനാണ് പറയുന്നത്. നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? പക്ഷേ ജീവമില്ലാത്ത നിർജീവ സാധനത്തിനോട് നിങ്ങൾക്ക് വല്ലാത്ത വിശ്വാസമല്ലേ? ജീവമില്ലാത്ത നിർജീവ പാലത്തിനോട് നിങ്ങൾക്ക് വല്ലാത്ത വിശ്വാസമല്ലേ? ചീരി ഓടുന്നതായ കാറിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ 110-ലും 120-ലും 140-ലൊക്കെ ഞങ്ങൾ ഓടുന്നവരല്ലേ? തിരക്ക് പിടിക്കുന്ന സമയത്ത് 150-ലൂടെയും ഞങ്ങൾ കാറിലൂടെ ഓടുന്നില്ലേ? സാധാരണഗതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പോകണം എന്നല്ല ഞാൻ പറയുന്നത്. തിരക്കുള്ള സമയത്തും ഞാനും അങ്ങനെ ഓട്ടിപ്പോവുകയാണ് 140-ലും 150-ലും ഒക്കെ. പക്ഷേ ആ ഓട്ടുന്ന സമയത്ത് വണ്ടിയുടെ ചെറിയ ബാലൻസ് അങ്ങ് തെറ്റിപ്പോയാലോ നിങ്ങളുടെ അവസ്ഥ എന്താണ്? വണ്ടിയുടെ അവസ്ഥ എന്താണ്? ഓട്ടുന്ന നിങ്ങൾക്ക് വല്ലാത്ത വിശ്വാസമല്ലേ? പടച്ചവനെ, ഞാൻ പോകുന്നത് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അതാ 30 കൊല്ലത്തിന്റെ ഡ്രൈവറാണ്, 40 കൊല്ലത്തിന്റെ ഡ്രൈവറാണ്, എന്റെ വണ്ടി എന്നൊന്നും കേടുവരുത്തൂല, എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള വലിയ വിശ്വാസത്തോടെയല്ലേ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞങ്ങൾ അതാ സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലം പരിശോധിച്ചോ? ജീവമില്ലാത്ത നിർജീവതാ വസ്തുവിന് നിങ്ങൾ വല്ലാതെ വിശ്വാസം ഏറ്റെടുക്കുകയാണെങ്കിൽ സ്വന്തം ഭാര്യയെ നിങ്ങൾക്ക് വിശ്വാസമില്ല, സ്വന്തം മക്കളെ വിശ്വാസമില്ല, സ്വന്തം ജ്യേഷ്ഠനെ വിശ്വാസമില്ല, സ്വന്തം കുടുംബത്തിനെ വിശ്വാസമില്ല. ഇങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ കാലമല്ലേ? വിശ്വാസം വലിച്ചെറിഞ്ഞ കാലമല്ലേ? എന്നാൽ മോമിനെ, നിങ്ങൾ വിശ്വസിക്കേണ്ടതാരെയാണ്? നിങ്ങൾ അതാ വിശ്വസിക്കേണ്ടതാരെയാണ്? പടച്ച തമ്പുരാനില്ലേ? ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിച്ച് എന്ന് വയല് പറയുന്ന ഞാൻ, എന്റെ മനസ്സിലൂടെ വരുന്നൊരു ചിന്ത, റബ്ബേ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, എന്റെ ഹാർട്ടിന്റെ ഒരു ബ്ലോക്ക് സംഭവിച്ചാലോ, ഹാർട്ടിനൊരു ചെറിയ പ്രശ്നം സംഭവിച്ചാലോ, 70 വാഗനുകൾ അതാ ചുമക്കുന്നത്തെ രക്തം ഒരു മനുഷ്യന്റെ ധമനികളിൽ അവിടെ നിന്ന് സർക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ചെറിയ ഏറുപേരായി കഴിഞ്ഞാൽ നീ രോഗിയായി മാറുകയില്ലേ? എന്നാൽ അത് കുറച്ചും കൂടി കടുപ്പമായി പോയാൽ നീ അതാ ഡെഡ് ബോഡിയായി മാറുന്നവനല്ലേ? ഇങ്ങനെ വിശ്വാസമില്ലാത്ത മനുഷ്യ, വല്ലമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ, സകാത്ത് കൊടുക്കാതെ സുബ്ഹാനല്ലാഹ് എത്ര ആളുകളാണ് പാവപ്പെട്ടവരതാ ഭക്ഷണമില്ലാതെ, വീടില്ലാതെ. അതാ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്തിന് വയലിന് ചെന്നു. സുബ്ഹാനല്ലാഹ് 10-40ഓളം വീടുകളാണ് അവിടെയുള്ളത്. അവിടെ നോക്കുമ്പോ വലിയ വലിയ വീടുകളാണ്, 40 വീടുകളും വലിയ അമ്പന ചുംബികളാണ്. അവർ വലിയ പണക്കാരാണ്. പക്ഷേ അവരുടെ നടുവിലൊരു പള്ളിയുണ്ട്, 10-25 ലക്ഷത്തിന്റെ ഒരു പള്ളിയാണ്. ഞാൻ ചോദിച്ചു, മാഷാ അല്ലാഹ്, നിങ്ങൾ അതാ ഈ 40 അതാ വീടുകാർ നല്ല റാഹത്തോട് ജീവിക്കുകയല്ല, അൽഹംദുലില്ലാഹ്. പക്ഷേ നല്ല പള്ളിയും നിങ്ങൾ പണിതവരാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഉസ്താദേ,
പള്ളി ഞങ്ങൾ നിർമ്മിച്ചതല്ല, അതൊരു അറബി നിർമ്മിച്ചതാണ്, അറബി കെട്ടിച്ചു തന്ന പള്ളിയാണ്. പക്ഷേ ഞങ്ങൾ പള്ളി നിർമ്മിച്ചവരല്ല. കാരണം ഇങ്ങനെയുള്ള 10 പള്ളി നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ആ നാട്ടുകാർക്കുണ്ട്. പക്ഷേയും അത്രയും ലുബ്ധന്മാരായി ജീവിക്കുന്നവരാണെങ്കിൽ ഇത് അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതല്ല. പണക്കാര് സ്വത്ത് അതാ, പണം അതാ എടുത്തു വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് എടുത്തു വെക്കുന്നത്? ബഹുമാനപ്പെട്ട മഹാന്മാര് ഇക്കാവുൽ ഹിമമിൽ ബഹുമാനപ്പെട്ട മഹാന്മാര് പറഞ്ഞു തന്നില്ലേ, ഇന്ന് ഉച്ചക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചാലോ രാത്രിയുടെ ഭക്ഷണം എവിടെന്നാണ് റബ്ബേ എനിക്ക് ലഭിക്കുക എന്നൊരു മനുഷ്യൻ ചിന്തിച്ചു പോയാലോ എന്റെ മുരീദാകാൻ പറ്റൂല. ജുനൈദുൽ ബഗ്ദാദ് തങ്ങൾ പറഞ്ഞില്ലേ, തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, മക്കള് ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം നിങ്ങൾക്ക് ലഭിച്ചു പോയി, പക്ഷേ വൈകുന്നേരത്തിന്റെ ഭക്ഷണം എവിടെന്നാണ് റബ്ബേ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയാലോ എന്റെ മുരീദാകാൻ പറ്റില്ല, എന്റെ ശിഷ്യനാകാൻ പറ്റില്ല. ഉരീദു അല്ലാ ഉരീദ ഉരീദു അല്ലാ അഖ്താറാ. മഹാന്മാരായ പണ്ഡിതന്മാരുടെ സ്വഭാവം അങ്ങനെയല്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, അഹ്മദ് ബിൻ ഹംബൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത് ഒരു അശരീരിയാണ് ആകാശഭാഗത്തിൽ നിന്ന്. അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്, മോനെ നിനക്കെന്ത് വേണമെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്ക് അറിയാമല്ലോ, എന്റെ ആവശ്യം എന്താണെന്ന് നിനക്കറിയാമല്ലോ, എനിക്കൊരു ചോദ്യവും നിന്നോടില്ല. ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, ഔലിയാക്കൾക്ക് ദുഃഖവുമില്ല, ടെൻഷനുമില്ല. എനിക്കുള്ള ടെൻഷൻ എന്താണ്? ഞാൻ ഇന്ന് രാവിലെ ഒരു സ്ഥലത്തിലേക്ക് പുറപ്പെട്ട് ഉച്ചക്ക് വീട്ടിലെത്തി. 3 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോ പക്ഷെ അവിടെ നിന്ന് മണി 4 ആയി. 4 മണിക്ക് ഇറങ്ങുമ്പോഴേക്ക് എന്റെ ചിന്ത, പഠിച്ചവനെ ഞാൻ ഇന്ന സ്ഥലത്ത് വയലേറ്റിട്ടുണ്ട്, അവിടെ എപ്പോഴാണ് ഞാൻ എത്തുക എനിക്കറിയുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് വേറെ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോ സമയം 6 മണിയായി. പക്ഷേ റബ്ബേ ഇനിയും ഒരുപാട് ദൂരം എനിക്ക് വയലിനെത്തണം, ഓടിയെത്തണം. ഞാൻ എങ്ങനെ എത്തുമെന്നിങ്ങനെ ടെൻഷനാണ്. അങ്ങനെ എത്തുമ്പോലെ വണ്ടി ഇങ്ങനെ വിടുന്ന സമയത്ത് വണ്ടിക്കൊരു ശബ്ദമാണ്. എന്തോ ഒരു ശബ്ദം വരുമ്പോൾ വണ്ടി ഓട്ടാൻ പറ്റുന്നില്ല, അതിന്റെ ബ്രേക്കിന് തകരാറ് വന്നുപോയി. ഞാൻ എവിടെ നിന്ന് വണ്ടി ഒതുക്കി. ചുറ്റുഭാഗത്തുള്ളവരോട് ചോദിച്ച് എനിക്കൊരു വണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇന്ന സ്ഥലത്ത് കാസർഗോഡ് ഭാഗത്തൊരു വയലിന് പോകാനുണ്ട്. അപ്പോഴും അവിടെ നിന്ന് എനിക്ക് ശരിയാകാത്തപ്പോ വലിയ ടെൻഷനായി. ഞാൻ ഇവിടത്തേക്ക് ഫോൺ വിളിച്ചു. ഇവിടുത്തെ സംഘാടകർക്ക് ഞാനിങ്ങനെ വണ്ടി പ്രോബ്ലം ആയിട്ടുണ്ട്, ഒരു വണ്ടി അയക്കുമോ? ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ വണ്ടിയുമായിട്ട് അങ്ങോട്ട് വന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ ചെറുപ്പക്കാരനിക്കും വണ്ടിക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. മുഴുവൻ അതാ വണ്ടിയുള്ളവർക്ക് അല്ലാഹു ആക്സിഡന്റിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, അപകട മരണത്തിൽ നിന്ന്, എല്ലാവിധ ആഫത്തിൽ നിന്ന്, പോലീസുകാരെ തടസ്സങ്ങളിൽ നിന്ന് അല്ലാഹു അവരെയും നമ്മളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ചിന്തയാ. ഇനിയോ നാളെയുടെ ചിന്തമാണ്. എന്റെ കുടുംബത്തിന് എനിക്കെങ്ങനെ ഭക്ഷണം കൊടുക്കണം, എന്റെ മക്കൾക്ക് ഞാൻ എങ്ങനെ ഭക്ഷണം കൊടുക്കണോ? ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അതിന്റെ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കോടിയുടെ പദ്ധതിയാണത് നടക്കുന്നത്. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിന്റെ ബിൽഡിങ്ങിന്റെ പണിയാണ് അവിടെ നടക്കുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നു റബ്ബേ? പണി തീർക്കുന്നില്ല.
ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തിന്റെ നിന്റെ ഉദ്ഘാടനം നടത്തണോ, അവിടെ ക്ലാസ് നടക്കണമെന്ന് ചിന്തിച്ച് ഞാൻ വലിയ ടെൻഷനിലാണ്. എങ്ങനെയാണ് ഉദ്ഘാടനം നടത്തുന്നത്? പക്ഷേ ഇങ്ങനെയുള്ള ടെൻഷൻ ഇല്ലാത്തവന് ഈ ഭൂമിയിൽ ആരാണുള്ളത് പറഞ്ഞു തരാൻ പറ്റുമോ? എന്നാൽ ഞാൻ പറയട്ടെ, ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ടെൻഷനില്ല, അവർക്കൊരു ഭയവുമില്ല, അവർക്കൊരു തടസ്സവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന മഹാന്മാർ അവരെ വിശന്നിട്ടാണ് വരുന്നത്. എന്നാൽ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അവര് ഭക്ഷണം അന്വേഷിച്ചില്ല. അവിടത്തെ കടകളിൽ പോയി ഭക്ഷണം അന്വേഷിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് വിശക്കുന്നു നബിയേ. കെട്ടുകഥയല്ല, സീറുകളിൽ നോക്കിയാൽ കാണാം, താരീഖിന്റെ കിതാബുകൾ നോക്കിയാൽ ഹാഫിദ് ദഹബ് രേഖപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചില മഹാന്മാര് നബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, നബിയേ പട്ടിണിയാണ് നബിയേ, ഇന്നത്തെ രാത്രി ഞാൻ തങ്ങളുടെ അതിഥിയാണ് നബിയേ. ഹയാത്ത് കാലത്തിൽ പറയുന്നതല്ല മോനെ. ചെറുപ്പക്കാരെ ആധുനിക യുഗയുഗാന്തരങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും യുക്തിവാദത്തിന്റെയും പിന്നാലെ ഓടി നടക്കുന്ന ബുദ്ധിജീവികളില്ലേ, യുക്തി നോക്കി സംസാരിക്കുന്നവരില്ലേ, നിരീശ്വരവാദികളില്ലേ. എന്നാൽ ചോദിക്കട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് വിളിക്കുകയാണ്, യാ അല്ലാഹ് വിളിക്കുന്നതല്ല. മഹാന്മാര് വിളിക്കുന്നത് എങ്ങനെയാണ്? യാ റസൂലല്ലാഹ്, നബിയേ ഇന്നത്തെ രാത്രി ഞാൻ തങ്ങളുടെ അതിഥിയാണ്, എനിക്ക് നബിയേ തങ്ങളെ രാത്രി ഭക്ഷണം തരണം നബിയേ. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവിടത്തെ ഖബർ ഷരീഫയുടെ മുകളിൽ ഒരു പൊതി വരുന്നു. ആ പൊതിയിലൂടെ നിറയെ ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ചില്ലേ? നമ്മളാണെങ്കിലോ ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്ര ബാങ്കിൽ നിന്നാണ് ലോന് വാങ്ങിക്കുന്നത്? ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്രയാണ് അധ്വാനിക്കുന്നത്? ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആരെയെല്ലാം നമ്മൾ വഞ്ചിക്കുന്നത്? ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആരെയെല്ലാം ഞങ്ങൾ കൊല ചെയ്യുന്നത്? ഒരു പിടി പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? സുബ്ഹാനല്ലാഹ്. മഹാന്മാരുടെ സ്വഭാവം അങ്ങനെയല്ല. അവരെ അതാ രാത്രിയായാലും പകലായാലും ഏത് സമയത്തായാലും അവരെ ഭക്ഷണം കൊതിക്കുന്നില്ല. അവരെ ഭക്ഷണത്തിന്റെ ചിന്ത അവർക്കില്ല. അവർക്ക് നാളെയുടെ ചിന്ത അവർക്കില്ല. അവർക്ക് ഒരൊറ്റൊരു ചിന്തയാണ്, അവൻ നഫ്സിൽ നിന്ന് മാറി നിൽക്കുക. ശരീരം പറയുന്നത് പോലെ ഞാൻ കേൾക്കില്ല, ഇബ്ലീസ് പറയുന്നത് പോലെ ഞാൻ കേൾക്കില്ല. എനിക്ക് എന്റെ മനസ്സിന് വല്ലാത്ത ഒരാവശ്യമാണ്. എനിക്ക് നല്ല വസ്ത്രം വാങ്ങണം, എനിക്ക് നല്ല ചെത്തിയിട്ട് നടക്കണം, എനിക്ക് വല്ലാത്ത മുടി വെക്കണം, എനിക്ക് വല്ലാത്ത ഭക്ഷണം കഴിക്കണം, എനിക്ക് ദൂർത്തടിക്കണം, വലിയ കാറിലൂടെ സഞ്ചരിക്കണം, ജനങ്ങളുടെ മുമ്പിൽ വലിയ ആളാകണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം അവിടുന്ന് മഹാന്മാരായ ആളുകൾക്കില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പറഞ്ഞത്, തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ലിയാല ലികൈ അറാക. പടച്ചവനെ നിന്നെ മാത്രം ഞങ്ങൾ കാണണം റബ്ബേ, നിന്നെ കാണാൻ ഞങ്ങൾക്ക്
അതാ ഉറക്കമില്ല, ഭക്ഷണം ഇല്ല, വെള്ളം ഇല്ല, ഞങ്ങൾക്ക് ശ്വാസമേ ഇല്ല, രാജധികാരം വേണ്ട, ജനകൂട്ടം വേണ്ട, ഭാര്യ സന്താനങ്ങൾ വേണ്ട. മഹാന്മാരായ ആളുകൾ ചിന്തിക്കുകയാണ്. അതാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിന്റെ മുകളിലൂടെ ചിന്തിക്കുകയാണ്. തന്റെ പരിവാരങ്ങൾ ലക്ഷക്കണക്കിന്റെ ആളുകളാണ്, തന്റെ കാലുപൊത്തി തരുന്നവർ ലക്ഷക്കണക്കിന്റെ ആളുകളാണ്. പക്ഷേ റബ്ബാണെന്നുള്ള ചിന്ത ഖൽബിൽ വന്നപ്പോ അവരെ രാജ്യം വലിച്ചെറിയുകയാണ്. അവരെ അവിടെ നിന്നെല്ലാം വലിച്ചെറിഞ്ഞ് ഏതോ ഒരു കാട്ടിലിരുന്നു കൊണ്ട് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നു. അവർക്ക് കാട്ടിന്റെ മൃഗങ്ങൾ ഭയമൊന്നുമില്ല. 40ഓളം ദിവസം വലിയ പർവ്വതത്തിന്റെ മുകളിലുള്ള വലിയ പാറ, ആ പാറയുടെ താഴ്വരയിൽ വലിയൊരു ഗുഹ, ആ ഗുഹയുടെ ഉള്ളിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങള് ഇബാദത്ത് ചെയ്യുന്നു. ഉറക്കമൊന്നുമില്ല, എനിക്ക് ഉറക്കം വേണ്ട. കണ്ടില്ലേ, 40ഓളം ദിവസമാണ് ഇബാദത്ത് ചെയ്തത്. ഒരു ചെറിയ ഉറക്കത്തിൽ ചെറിയ തൂക്കം പോലുമില്ലാതെ കണ്ണടക്കാതെ ഇബാദത്ത് ചെയ്യുന്ന ഇബ്രാഹിം തങ്ങള് 40 ദിവസം കഴിഞ്ഞൊന്ന് മെല്ലെ പുറത്തു വന്ന് ഒരു മരത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞിയങ്ങ് ഇരിക്കുമ്പോ ചെറിയൊരു തൂക്കം വന്നുപോയി, ഉറക്കം വന്നുപോയി. സുബ്ഹാനല്ലാഹ്. ആ ഉറക്കത്തിലൂടെ ഒരു ശബ്ദമാണ്. ആ ശബ്ദം ആ ശബ്ദത്തിലൂടെ തുറന്നു നോക്കുമ്പോ ഒരുപാട് മൃഗങ്ങൾ ഇങ്ങനെ ചുറ്റു നിൽക്കുകയാണ്. ആനകളുണ്ട്, പുലികളുണ്ട്, സിംഹങ്ങളുണ്ട്, വലിയ വലിയ മൃഗങ്ങളുണ്ട്, വലിയ വലിയ മൃഗങ്ങളുണ്ട്. അവരെ കാണുമ്പോ ഇബ്രാഹിം തങ്ങളെ പേടിക്കുന്ന രൂപത്തിലായപ്പോൾ ശരീരത്തോട് പറയുകയാണ്, ശരീരമേ നീയല്ലേ പറയുന്നത് അവകളെ കാണുമ്പോൾ വല്ലാത്ത പേടിയാണ്. അതേ, നിനക്ക് വല്ലാത്ത പേടിയല്ല അല്ലേ? നിനക്ക് വല്ലാത്ത പേടിയല്ലേ? എന്നാൽ ഞാനൊരിക്കലും പേടിക്കുകയില്ല, നീ വേണമെങ്കിൽ പേടിച്ചോ. ശരീരം പറയുകയാണ് പേടിക്കാൻ. ഇബ്രാഹിം തങ്ങൾ അവിടെ നിന്ന് സ്വന്തം ശരീരത്തെ നോക്കി പറയുകയാണ്, ഞാൻ പേടിക്കില്ലടാ, നീ അനുഭവിച്ചടാ. എത്ര പാവങ്ങളെയാണ് നീ അടിച്ചത്, എത്ര പാവങ്ങളെയാണ് കൊന്നൊടുക്കിയത്, രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി എത്രയാണ് നീ പ്രവർത്തിച്ചത്. നിന്റെ രാജ്യം കണ്ടുകൊണ്ട്, ഭരണം കണ്ടുകൊണ്ട് ലോകം മുഴുവനും നെട്ടണമെന്ന് ചിന്തിച്ച് നീ വലിയ അഹങ്കരിച്ചില്ലേ, വലിയ പവര് നടിച്ചില്ലേ, രാജകിരീടം ധരിച്ചില്ലേ, അനുഭവിച്ചടാ. ഞാനൊരിക്കലും പേടിക്കില്ല, ശരീരം വേണമെങ്കിൽ പേടിച്ചോ. അപ്പോഴാണ് ഇബ്രാഹിം തങ്ങളോട് കൂടിയുള്ള മൃഗം പറയുകയാണ്, ഇബ്രാഹിം തങ്ങള് ഓ ഭയപ്പെടേണ്ടതില്ല, 41 ദിവസമായില്ലേ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാതെ. നിങ്ങൾക്ക് വെള്ളം വേണോ? വെള്ളം തരാ. പറയുന്നത് സിംഹങ്ങളോ പറയുന്നത് വെള്ളം വേണോ? വെള്ളം തരാ. ഭക്ഷണം വേണോ? ഭക്ഷണം തരാ. വലിയ ആനകൾ അതവിടന്ന് സിൽക്കാര ശബ്ദത്തിലൂടെ, സിംഹങ്ങൾ ഗർജനത്തിലൂടെ, പാമ്പുകൾ സിൽക്കാര ശബ്ദത്തിലൂടെ ഇബ്രാഹിം തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തു തരാ, സന്നദ്ധരാ.
നട്ടുച്ച സമയത്ത് പോലും വെളിച്ചം കാണാത്ത കൊടുങ്കാടിന്റെ നടുവിലാണ് ഇബ്രാഹിം അദ്ദേഹം നിൽക്കുന്നത്. എന്നാൽ മൃഗങ്ങളോട് ഇബ്രാഹിം അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ചോദിച്ചതൊക്കെ നിങ്ങൾ തരുമെന്നാണോ? ഞാൻ ചോദിച്ചതൊക്കെ നിങ്ങൾ തരുമോ? ആ, നിങ്ങൾ തരാ. എന്നാൽ ഞാനൊരു ആവശ്യം നിങ്ങളോട് പറയട്ടെയോ? എന്താണ് ആവശ്യമെന്നോ? നിങ്ങളാരും ഇവിടെ നിൽക്കരുത്, ഇറങ്ങിപ്പോയിക്കോ. ഇബ്രാഹിം ഇറങ്ങിയത് കൊട്ടാരം വലിച്ചെറിഞ്ഞിട്ടാണ്, രാജകീയ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാണ്, പരിവാരങ്ങളെ വലിച്ചെറിഞ്ഞിട്ടാണ്. അതേ സമയത്ത് കയ്യിലൊരു മുസഹഫ്, ഒരു കരിമ്പട മാത്രമായിട്ടാണ് എന്റെ റബ്ബിനെ കാണാൻ ഞാൻ കാട്ടിന്റെ നടുവിലേക്ക് ഓടി വന്നത്. അതുകൊണ്ട് എനിക്കാരുടെ സഹായം വേണ്ട. ഭക്ഷണം കഴിക്കാതെ 40 ദിവസം കഴിഞ്ഞ് ഇബ്രാഹിം അദ്ദേഹം തങ്ങള് മൃഗത്തോട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, എനിക്കൊരു ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിട്ടാ മതി. എന്റെ റബ്ബിലേക്ക് ഞാനിങ്ങ് സുജൂദ് ചെയ്യണം, ഒറ്റക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മൃഗങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്, സ്ഥലം മാറ്റുകയാണ്. ഇതുകൊണ്ടാണ് ഔലിയാക്കൾ വലിയ ആളുകളായത്. അവര് ചെറിയവരല്ല, അവര് സംസാരം സൂക്ഷിച്ചവരാണ്, അവര് ഖൽബ് സൂക്ഷിച്ചവരാണ്, അവർ ഹൃദയം സൂക്ഷിച്ചവരാണ്, അവരുടെ ചിന്ത സൂക്ഷിച്ചവരാണ്. ഇനി ഔലിയാക്കളോ സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താണ് മഹാന്മാർ, നമ്മൾ അവരെ സിയാറത്ത് നടത്തുകയാണ്. പക്ഷേ അവരുടെ ബറക്കത്തെടുക്കാനാണ്, അവരുടെ കറാമത്ത് വാങ്ങാനാണ്. പക്ഷേ അവരുടെ ഉദ്ദേശം എന്താണ്? പെണ്ണുങ്ങളുടെ ബക്കറ്റ് പോവുകയാണ്, നല്ല സംഭാവന പെണ്ണുങ്ങൾ ഇട്ട് കൊടുക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. മഹാനായ വലിയന്റെ പൊരുത്തം നിങ്ങൾക്ക് കരസ്ഥമാകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒടുനീളം അതും ഉണ്ടാകാൻ. നിങ്ങൾ പറഞ്ഞില്ലേ, എപ്പോഴും എനിക്കൊരു ഫാത്തിഹ ഓതുകയാണെങ്കിൽ അവരെ കൈ പിടിക്കും ഞാൻ. ഔസുല്ലാലും നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ? വല്ലേ നിലത്തിന് എന്നെ വിളിപ്പോർക്ക് വായിക്കൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ഔലിയാക്കന്മാരെ വിളിക്കുന്നത് പോലെ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമല്ലോ. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും നിങ്ങൾ ഓതിയാൽ എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്ന വ്യക്തി, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തി അത് സ്വീകരിച്ചുകൊണ്ട് നടക്കുന്നയാളാണ്. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട. ഔലിയാക്കള് പറയുകയാണ്, ഔലിയാക്കന്മാരിൽ വെച്ച് ഏറ്റവും പ്രധാനിയായി ബഹുമാനപ്പെട്ട ഔസുല്ലാലം നിങ്ങൾ പറഞ്ഞില്ലേ, എന്നെ പേടിച്ചവരേതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഫോണിലൂടെ സംസാരിച്ചു. ആ ചെറുപ്പക്കാരന് ചർച്ചയാണ് എന്നോട് ഫോണിലൂടെ സംസാരിച്ചത്. ചിലപ്പോൾ ആ ചെറുപ്പക്കാരൻ ഈ വയല് കേൾക്കുന്നുണ്ടാകാം ലൈവിലൂടെ. പറയട്ടടാ മോനെ, ഈമാനുള്ളവനിക്ക് മാത്രമേ ഇത് സാധിക്കൂ. ഈമാനില്ലാത്തവൻ ഞാൻ സുന്നിയാണ്, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അദ്ദേഹം എന്നോട് ഫോണിലൂടെ സംസാരിക്കുകയാണ്. ഞാൻ
ഞാനൊരിക്കലും യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കൂല. ഞാൻ എന്തിനും പ്രയാസപ്പെട്ടാൽ യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കൂല, ബദരീങ്ങൾ എന്ന് വിളിക്കൂല. ഞാൻ ചോദിച്ചു അവനോട്, അല്ല മോനെ നീ വീട്ടിലേക്ക് പോയി എന്ന് വെക്കാം, അപ്പോൾ നീ കാലം ഇഴകിയിട്ടങ്ങ് വീണുപോയി, അപ്പോൾ നീ ഉമ്മാന്റെ മുമ്പിലാണ് വീടുന്നത്, നീ ആരെയാണ് വിളിക്കുന്നത് ചെറുപ്പക്കാരാന്ന് ചോദിക്കുമ്പോ ചിലപ്പോ ഈ വയലവന് കേൾക്കുന്നുണ്ടാകും. മോനെ ശരിക്കും കേട്ടോ, ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് അല്ലാന്ന് വിളിക്കൂ, അല്ലെങ്കിൽ യാ ഉമ്മാന്ന് വിളിക്കൂ. എന്താണ് യാ ഉമ്മാന്ന് വിളിക്കോ അല്ലെങ്കിൽ അല്ലാന്ന് വിളിക്കൂ? ഞാൻ ചോദിച്ചു, മോനെ യാ ഉമ്മാന്ന് പറഞ്ഞ വലിയാണോ? നിന്റെ ഉമ്മ ഹയാത്തില്ലെങ്കിലും നീ വിളിക്കോ? വിളിക്കോ. ഹയാത്തുണ്ടെങ്കിലും വിളിക്കോ. പക്ഷെ നിനക്ക് ഔലിയാക്കന്മാരെന്തുകൊണ്ട് വിളിച്ചുകൂടാ? ഇനി ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ ഉമ്മ നിന്നെ അപ്പോൾ രക്ഷിക്കുമോ? ഇല്ല. പിന്നെ ആരാണ് രക്ഷിക്കുന്നത്? അല്ലാഹ്. പിന്നെന്തിനാണടാ നീ ഉമ്മാന്ന് വിളിക്കുന്നത്? എന്റെ പൂർവികന്മാര് അതാ വിളിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ ഉമ്മ അങ്ങനെയാണോ? അല്ല ഉസ്താദേ, യാ മുഹിയുദ്ദീൻ വിളിക്കൂന്ന്. അപ്പൊ യാ മുഹിയുദ്ദീൻ ഉമ്മ വിളിക്കാനുള്ള കാരണം എന്താണ്? അവര് നിങ്ങളെ പോലെയുള്ള ഉസ്താദന്മാര് പിഴപ്പിച്ചതാണ്. അല്ല, പിഴപ്പിച്ചതല്ല, അവര് ഈമാനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. ഞാൻ ചോദിച്ചു, മോനെ നീ ഉമ്മാന്ന് വിളിച്ചു എന്ന് വെക്കാം, അപ്പോൾ നിന്റെ മനസ്സിലൊരു ചിന്ത, റബ്ബിനെ കൂടാതെ നിന്റെ ഉമ്മ ഇവിടുന്ന് നിനക്ക് സഹായിക്കുമെന്നുള്ള വിശ്വാസം നിനക്കുണ്ടോ? എന്താ ഞാൻ ചോദിച്ചത്? നീ ചിലപ്പോ ഉമ്മാന്ന് വിളിച്ചു എന്ന് വെക്കാം, അപ്പോൾ നിന്റെ ഉമ്മ നിന്നെ കൈപിടിച്ചങ്ങ് ഉയർത്തി എന്ന് വെക്കാം, എന്നാൽ നിന്റെ റബ്ബ കൂടാതെ നിന്റെ ഉമ്മ നിനക്ക് സഹായിക്കും. എന്നിട്ട് ആ ഉമ്മാനെ നീ അല്ലാന്ന് വിചാരിച്ചു. ആ സെക്കൻഡിലൂടെ ആ ഉമ്മാനെ നീ അല്ലാന്ന് വിചാരിക്കണ്ടേ? യഥാർത്ഥ സഹായിക്കുന്നവൻ അല്ലാഹുവല്ലേ? അപ്പോഴാണ് അവൻ ഉത്തരം മുട്ടിക്കൊണ്ട് പറയുകയാണ്, ഇല്ല ഉസ്താദെ, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ഉമ്മ സഹായിക്കൂ എന്നതുപോലെയല്ല അല്ലാഹുവിന്റെ ഔലിയാക്കള്, ഗൗസുൽ ആലം തങ്ങള് ഭൂമിയോരുണ്ടപ്പോൾ എൻ കയ്യിലെന്നോവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഭൂമി ഒരു ഉണ്ടയാക്കിയിട്ട് ചെറിയ കുട്ടികൾ പിടിക്കുന്നത് പോലെ ഉണ്ടയാക്കിയിട്ട് പിടിച്ചതാണോ? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വഅൻസൽനാ മിനസ്സമാഇ മാ. ജനങ്ങളെ ശരിക്കും പഠിച്ചോ എന്റെ ഉമ്മ പെങ്ങന്മാരെ, സഹോദരിമാരെ, പഴച്ചു പോകണ്ട. ആഖിർ സമാനിൽ ഈമാനില്ലാതെ ചത്തുപോകുന്ന ഒരവസ്ഥയാണത്. ജനങ്ങൾ പല ആളുകളും പഴച്ചു പോവുകയാണ്. എന്തുകൊണ്ട് പഴച്ചു പോകുന്ന? ഈമാനില്ലാത്തത് കൊണ്ടാണ്, തഖ്വയില്ലാത്തത് കൊണ്ടാണ്, സ്വാലിഹീങ്ങളുടെ പാദം പിന്തുടർന്നത് കൊണ്ടാ, പിന്തുടരാത്തത് കൊണ്ടാണ്. നിന്റെ ഉപ്പ എങ്ങനെ ജീവിച്ചു നിനക്കറിയില്ല, നിന്റെ ഉപ്പാപ്പ ജീവിച്ചു എങ്ങനെ നിനക്കറിയില്ല. കണ്ടോ, മഹാനായ ഗൗസുൽ ആലം തങ്ങള് വലിയ മഹാനല്ലേ? ഭൂമിയൊരുണ്ടപ്പോൾ എൻ കയ്യിലെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, വഅൻസൽനാ മിനസ്സമാഇ മാ. ഞാൻ നിങ്ങൾക്ക് ഞാൻ ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി തരികയാണ്. അല്ലേ ഖുർആനിൽ പറയുന്നത് ശരിയല്ലേ? എന്നാൽ പിന്നൊരു സ്ഥലത്തിൽ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞു, മീകായിൽ അലൈഹിസ്സലാം നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നു. അപ്പൊ വൈരുദ്ധ്യമായില്ല രണ്ട്. നിങ്ങൾക്ക് മീകായിൽ അലൈഹിസ്സലാം ആണോ വെള്ളം തരുന്നത്? അതല്ല, അല്ലാഹയാണോ? ആരാണോ നിനക്ക് വെള്ളം തരുന്നത്? ഖുർആനിലൂടെ രണ്ടും പറഞ്ഞില്ലേ? ഇനി ബഹുമാനപ്പെട്ട സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു കീലക്കറ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ ജീവിച്ച വലിയൊരു മഹാനല്ലേ? മഹാനവറുകൾ വലിയ മഹാനെന്ന് പറഞ്ഞാൽ എത്രയോ സംഭവങ്ങളുണ്ട്. അവിടെ ചെന്ന് നോക്കിയാൽ മഹാന്റെ വലിയ പ്രൗഢി കാണാം. ആ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. ഉടനെ തന്നെ സലാം പറഞ്ഞു, ദർസിലിരുന്നു
ചോദിച്ചതെന്താണെന്നറിയോ? സദഖത്തുല്ലാഹിൽ ഖാഹിരി, ഓ മനുഷ്യ, ഞങ്ങൾക്കിപ്പോൾ മഴ വേണം, വെള്ളം വേണം, മഴ വേണം, മഴ തരണം എന്നാണ് ചോദിക്കുന്നത് അവിടെ. അപ്പോഴാണ് ശിഷ്യന്മാർക്ക് ഒരു സംശയം, ഈ വന്ന ചെറുപ്പക്കാരനോട് എന്ത് മഴയാ ഉസ്താദ് ചോദിക്കുന്നത്? ഈ ഉസ്താദ് ചോദിച്ചതിന്റെ മഴയ്ക്ക് വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോഴും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ മഴ വേണമെന്ന് പറഞ്ഞപ്പോ ആ വന്ന മനുഷ്യൻ സലാം പറഞ്ഞ് ഇറങ്ങിപ്പോയി. പുറത്തിറങ്ങലോടുകൂടിയതോ കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടുകയും വല്ലാത്ത ശബ്ദം, പിടിപടലങ്ങൾ, മഴയങ്ങ് ധാരാകാരമായി ഇറങ്ങി വന്നപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ, മഴയ്ക്ക് നിർബന്ധിച്ചതല്ലേ ഒരു ചെറുപ്പക്കാരനോട്? അയാൾ ആരാ? ഈമാനുള്ളവർ ചിന്തിക്കുക, കണ്ണിലൂടെ വെള്ളമൊടിച്ചുകൊണ്ട് ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉസ്താദ് അവറുകൾ പറയുകയാണ്, ഓ മുതഅല്ലിമീങ്ങളെ, ആ വന്നത് മനുഷ്യനല്ല, അത് ജിന്നല്ല, മറിച്ച് മീകായിലാ. അതുകൊണ്ട് ആ പള്ളിക്ക് മീകായിൽ പള്ളിയാണെന്നും പേരുണ്ട്, മീകായിൽ പള്ളിയാണെന്ന് പേരുണ്ട്. സുബ്ഹാനല്ലാഹ്. മീകായിൽ വന്നപ്പോഴാണ് ഞാൻ മഴ ചോദിച്ചത്. സദഖത്തുല്ലാഹിൽ മുസ്രിയാർ മഹാനവറുകള് വിവരമില്ലാത്ത ആളാണോ? അതാ മനസ്സിലാകാത്ത ആളാണോ? അവിടുന്ന് ചോദിക്കില്ലേ മഴ വേണമെന്ന് പറയുമ്പോ വന്ന ചെറുപ്പക്കാരൻ അള്ളയാണോ? മീകായിൽ അലൈഹിസ്സലാം അള്ളയാണോ? അപ്പൊ അള്ള കൊടുക്കുന്ന സഹായം, കഴിവ് കൊണ്ട്, അള്ള കൊടുക്കുന്ന പവർ കൊണ്ട്, അള്ള കൊടുക്കുന്ന അതാ ഉദ്യോഗം കൊണ്ട് അവര് വെള്ളം കൊടുക്കുന്നു. അള്ള പറഞ്ഞില്ലേ ഖുർആനിൽ? അതേ നേരത്തെ ഇവിടെ തങ്ങളവരുകൾ ഓതി പറഞ്ഞ ആയത്ത് എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പിടിച്ചോ ഖൗഫിന്റെ അർത്ഥം. അതേ മറ്റുള്ള ആയത്തുകളുടെ അർത്ഥം, അവർക്ക് ദുനിയാവിലൊന്നും ഭയക്കേണ്ടതില്ല. മഴ വേണമെങ്കിൽ മഴ, വെള്ളം വേണമെങ്കിൽ വെള്ളം. ബഹുമാനപ്പെട്ട വലിയുല്ലാഹിൽ മടവൂർ സിഎം വലിയുല്ലാഹിൽ മടവൂർ തങ്ങള് നടന്നിങ്ങനെ ഒരു വണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോഴേക്കാണ്, ഒരു വണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോ അതാ സ്റ്റോപ്പായ സ്ഥലത്ത്, ട്രാഫിക് ഉള്ള സമയത്ത് ഒരു ബാക്കിലൂടെ ഒരു ആംബുലൻസ് വണ്ടി നിൽക്കുകയാണ്. ആ ആംബുലൻസിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വല്ലാത്ത കരച്ചിലാണ്. മഹാനവറുകളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി ഇങ്ങനെ മഹാനവറുകൾ മെല്ലെയൊന്ന് താഴോട്ടിറങ്ങി ആരാണെന്ന് കരയുന്നതെന്ന് നോക്കിയിട്ട് നോക്കുമ്പോ ആംബുലൻസിന്റെ ഉള്ളിൽ ഒരു വാപ്പ കരയുകയാ. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ എന്റെ മകന് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ നിലവിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോ വിശദാ എങ്ങനെയാണ് മരിച്ചത്? വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് മരിച്ചതെന്ന് പറയുമ്പോ മഹാനവറുകളുടെ കയ്യിൽ അതാ കൊടയുണ്ട്. ആ കൊടയുടെ ഒരു അറ്റം അതാ തൊട്ടുകൊണ്ട് പറയുകയാണ്, കുംഭേദിനില്ല എനിക്കടാ മോനെ. സുബ്ഹാനല്ലാഹ്. ആ മതാ വാക്ക് കേൾക്കുമ്പോ ആ കുട്ടി ശടകുടഞ്ഞ് എഴുന്നേറ്റില്ലേ. ചുറ്റിക്കിടന്നതായ കഫാമ്പുടയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലേ. നിലവിളിക്കുന്ന ആള്, ഓ ഇതാരാണ്? റബ്ബാണ്, റബ്ബാണെന്ന് പറഞ്ഞ് നടന്നില്ല മക്കളെ. ഇത് അല്ലാഹുവാണെന്ന് നടന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അവിടുന്ന് ഹയാത്താക്കുന്നവനും. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അതാ മരിക്കുന്ന
എന്നതിന് ആദ്യമല്ലേ അള്ളാഹു സൃഷ്ടിച്ചത്, പിന്നെയല്ലേ ഹയാത്തിനെ സൃഷ്ടിച്ചത്? അപ്പൊ എല്ലാം അള്ളാഹുവല്ലേ. ഈ നിലവിളിക്കുന്ന ആളൊരിക്കലും ഈ മടവൂർ ശൈഖ് റബ്ബാണെന്ന് പറഞ്ഞില്ല. ചില ആളുകളുണ്ട് അതാ കറാമത്തുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നവര്, ചില ആളുകൾ എന്തെല്ലാം തോന്നിവാസം പറയുന്നവര്, ചില ആളുകൾ ചോദിക്കുന്നു അതാ അവിടുന്ന് ബഹുമാനപ്പെട്ട വലിയുള്ളാഹിൽ മടവൂർ തങ്ങൾ ലോകം നിയന്ത്രിക്കുന്ന ആളാണോ, ലോകം നിയന്ത്രിക്കുന്ന ആളാണോ? സുബ്ഹാനല്ലാഹ്, വലിയ ചർച്ചയല്ലേ. ഈമാനുള്ളവർക്ക് അത് ചിന്തിക്കാൻ പറ്റുമോ? ലോകം നിയന്ത്രിക്കുന്നതാരാണ്? അല്ലാഹ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞില്ലേ, അതേ അല്ലാഹുവിന് ചില പട്ടാളങ്ങളുണ്ട് ആകാശഭൂമിയിൽ. അത് മലക്കുകളാണ്, അമ്പിയാക്കളാണ്, മോമിനീങ്ങളാണ്. മോമിനീങ്ങള് പട്ടാളക്കാരല്ലേ? ആ പട്ടാളക്കാർക്ക് അല്ലാഹ് പവർ കൊടുക്കില്ലേ? ആ പവർ കൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ ഗൗസുൽ ആലം തങ്ങളെ പോലെയുള്ള മഹാന്മാർ, മഹാന്മാരായ സ്വാലിഹീങ്ങളെ പോലെയുള്ള മഹാന്മാർ അങ്ങനെ സ്വാലിഹീങ്ങളായ ആളുകൾ, മഹാന്മാരായ ആളുകൾ അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട്, അല്ലാഹു കൊടുക്കുന്ന പവർ കൊണ്ട് അവര് ലോകം നിയന്ത്രിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകം നിയന്ത്രിച്ച ആളല്ലേ? നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു കൊടുക്കാത്ത കഴിവ് കൊണ്ടാണോ ലോകം നിയന്ത്രിച്ചത്? ചോദിക്കട്ടെ നിങ്ങളോട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം പറഞ്ഞു, ഞാനതാ നിസ്കരിക്കുന്ന സമയത്ത് ഒരു വലിയ ശക്തിയുള്ള ഒരു ജിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി. വലിയ ശക്തിയുള്ള ജിന്നാണ്. ഞാൻ ഇങ്ങനെ നിസ്കരിക്കുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി. പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരേ, പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ വരുമെന്നല്ല പറഞ്ഞത്. ഞാൻ വിശദമായി കടക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ജിന്ന് എന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ശക്തിയോട് നടക്കാൻ തുടങ്ങിയവന് ഉടനെ തന്നെ എന്റെ മനസ്സിൽ ചിന്തിച്ചു പോയി, ഞാൻ അവനൊന്ന് പിടിച്ചു കെട്ടിയാലോ, ഞാൻ അവനൊന്ന് പിടിച്ചു കെട്ടിയാലോ. ഹബീബായ നബി തങ്ങളാ പറയുക. അപ്പോഴാണ് സ്വഹാബത്തിനോട് പറഞ്ഞു, പക്ഷേ ഞാൻ പിടിച്ചു കെട്ടാൻ വേണ്ടി ചിന്തിക്കുമ്പോഴാണ് ഞാനൊരു ഓർമ്മ വന്നുപോയി. എന്റെ ഉപ്പാപ്പ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധികാരത്തെ ഓർമ്മ വന്നുപോയി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറെ ജിന്നുകളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, കുറെ ജിന്നുകളെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അധികാരം സുലൈമാൻ നബിക്കല്ലേ? ആ ജിന്നിന്റെ സുലൈമാൻ നബിന്റെ അധികാരം ഞാൻ കയ്യിലെടുത്താൽ പക്ഷേ ഞാൻ അതിനേക്കാളും വലിയൊരു അധികാരം നടത്തിയതുപോലെയാകും. അതുകൊണ്ട് ഞാൻ ആ ജിന്നിനെ പിടിച്ചു കെട്ടിയില്ല. കണ്ടോ, നിങ്ങൾ ആലോചിക്കണം, ഈ അധികാരം ആരാണ് കൊടുത്തത്? കാറ്റെന്ന് പറഞ്ഞാൽ ആ അധികാരം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് കാറ്റിന്റെ അധികാരം? എന്താണ് കാറ്റിന്റെ അധികാരം? നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ? ഖുർആനിൽ കാണാം, ഹദീസുകളിൽ കാണാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാറ്റിന്റെ അധികാരം കൊടുത്ത്. എന്താണ് കാറ്റിന്റെ അധികാരം? കാറ്റിനെങ്ങനെയാണ് അധികാരം കൊടുക്കുക? അതല്ലേ ചിന്തിക്കാനുള്ളത്. കേവലം വഅദ് കേട്ടാൽ പോരാ, കേവലം പ്രസംഗം കേട്ടാ പോരാ. അതേ കഥാ കാറ്റിന്റെ അധികാരം എങ്ങനെയാണ്? അത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലേ കാറ്റ് സഞ്ചരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് ആ അധികാരം അല്ലാഹു കൊടുത്തു? ആലോചിക്കണം മുഅ്മിനീങ്ങളെ, എങ്ങനെ കൊടുത്തു? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പട്ടാളമായതുകൊണ്ടല്ലേ? വലില്ലാഹി ജുനൂദുസ് സമാവാതി എന്ന് പറഞ്ഞില്ലേ? ആകാശഭൂമിയുടെ അധികാരം അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കും. അതേ അമ്പിയാ
അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുക്കും. അത് ഫ്ലൈറ്റിന്റെ അധികാരമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപഗ്രഹത്തിന്റെ അധികാരമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാസയുടെ അധികാരമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഭൂലോകത്തിലുള്ളതാണ്. മംലക്കത്തുൽ അതേ എല്ലാം അധികാരം എന്ന് പറയുമ്പോൾ അത് ആ കാറ്റിന്റെ അധികാരം ഒന്ന് സെപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ വെയിലിന്റെ അധികാരം ഒന്ന് സെപ്പറേറ്റ് ആണ്. ആ മഴയുടെ അധികാരം എന്ന് പറയുമ്പോൾ അതൊരു സെപ്പറേറ്റ് ആണ്. നാസയുടെ അധികാരം എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റ് ആണ്. റോക്കറ്റിന്റെ അധികാരം എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റ് ആണ്. ഉപഗ്രഹങ്ങളുടെ അധികാരം എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റ് ആണ്. അതാ ബുധൻ, ഗുരു, ശുക്രൻ, അങ്ങനെ തുടങ്ങിയ മുഴുവനും ആകാശമണ്ഡലങ്ങളുടെ അധികാരം എന്ന് പറയുമ്പോ അതൊരു സെപ്പറേറ്റ് ആണെന്ന് മനസ്സിലാക്കണ്ട. ലോകത്തിന്റെ അധികാരം എന്ന് പറയുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു കൊടുത്ത അധികാരത്തിന്റെ പരിധി എവിടെയാണെന്നറിയുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അല്ലാഹ് അല്ലാത്ത മറ്റുള്ളത് എന്താണ് ലോകത്തുള്ളത്? സിവൽ ബാരി. അല്ലാഹ് അല്ലാത്ത എല്ലാ വസ്തുക്കളുടെ അധികാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് കാറ്റോ വെയിലോ ആകാശമോ ഭൂമിയോ ഒരൊറ്റൊരു സാധനം അതിൽ നിന്ന് വേർപെടില്ല എന്നതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അതേ ഗൗസുൽ ആലംക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത അധികാരം സിവൽ ബാരി. അവിടെ നബി തങ്ങളുടെ ഭരിക്കുന്ന ആളാണോ? സുബ്ഹാനല്ലാഹ്. ഒരു ചോദ്യം. അതാ ബഹുമാനപ്പെട്ട മടവൂർ ശൈഖ് തങ്ങൾക്ക് ലോകത്തിന്റെ അധികാരം കൊടുത്തു എന്ന് പറയുമ്പോ അതിലൊരു ചോദ്യമുണ്ടെന്ന് പറഞ്ഞു കുറച്ച് ആളുകൾ. എങ്ങനെയാണ് ആ ചോദ്യം? മറ്റൊന്നുമല്ല, നബി തങ്ങളെ ഭരിക്കുന്ന അധികാരവും അതേ സുലൈമാൻ നബിക്ക് അതേ മടവൂർ ശൈഖിലേക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ടോന്നോ? എന്തൊരു വിഡ്ഢിത്വ ചോദ്യമല്ലേ, എന്തൊരു അപ്രസക്തമായ ചോദ്യമല്ലേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു വലിയ അധികാരം കൊടുക്കുമ്പോ ആ അധികാരത്തിൽ ഹബീബായ നബി തങ്ങളുടെയും അതാ അവിടത്തെ ആത്മാവില്ലേ, ആത്മാവിന്റെ അധികാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ടോ? അത് ചോദിക്കണ്ടേ മനുഷ്യ. ഈമാനില്ലാതെ പിഴച്ചു പോകണ്ട, തഖ്വയില്ലാതെ പിഴച്ചു പോകണ്ട. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് വലിയ കറാമത്തുണ്ട്. അത് ഏതുപോലെ എന്നറിയോ? അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തുള്ളത് പോലെയാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അതാ മനുഷ്യകോല അതാ പക്ഷിയുടെ കോലത്തിൽ അതാ ഒരു പിടി മണ്ണെടുത്തു കോലമുണ്ടാക്കിയിട്ട് കൊമ്പെതിനില്ല അള്ളാന്റെ കൽപ്പന കൊണ്ട് എഴുന്നേറ്റെന്ന് പറയുമ്പോ എഴുന്നേറ്റില്ലേ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കണോ? ഗൗസുൽ ആലം തങ്ങളുടെ കറാമത്ത് പറയുന്ന കൂട്ടത്തിൽ അതല്ലേ ഒരു മുതഅല്ലിമിനെ കൊണ്ടുവന്ന് ഗൗസുൽ ആലം തങ്ങളുടെ അതാ ആ ദർസിലങ്ങ് ചേർക്കുകയാണ്. ആ പദാ ദർസിൽ ചേർത്തപ്പോ ഉമ്മ കാണാൻ വരികയാണ്. അപ്പോഴാണ് ഉസ്താദ് നല്ല ആട്ടിന്റെ ഇറച്ചി കഴിച്ചിട്ട് അതിന്റെ മുള്ളങ്ങ് പുറത്തു വെക്കുകയാണ്. അതിന്റെ മുള്ളങ്ങ് പുറത്തു വെക്കുകയാണ്. ഉമ്മ ചിന്തിച്ചു പോയി, റബ്ബേ ഇതെന്തോരു ഉസ്താദാണ്, എന്റെ മകൻ കഴിക്കുന്നതോ ഭക്ഷണമില്ലാതെ ഞാൻ ഇവിടെ പോതി പഠിക്കുന്നത് കഞ്ഞിവെള്ളമാണെന്ന രൂപത്തിലാണ്. എന്നാലോ ഉസ്താദ് കഴിക്കുന്നതോ വിഫലമായ ഭക്ഷണമല്ലേ? ഇത് കണ്ടപ്പോ ഉമ്മ അത്ഭുതപ്പെടുകയാണ്. ഉടനെ തന്നെ ഗൗസുൽ ആലം തങ്ങൾ അവിടുന്ന് ആ മുള്ളുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന കൊണ്ട് എഴുന്നേൽക്കണമെന്ന് പറയുമ്പോ ആ മുള്ളുകളൊക്കെ അതാ ഒന്ന് വലുതാവുകയാണ്, ഒന്ന് ഷടകുടയുകയാണ്, ഒന്ന് എണീറ്റ് നിൽക്കുകയാണ്, ഒന്ന് ജീവൻ പിടിച്ച് അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇതല്ല ഗൗസുൽ ആലം തങ്ങളുടെ കറാമത്ത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള കറാമത്തിൽ ഔലിയാക്കന്മാർക്ക് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങൾ ഇവിടെ പ്രസംഗിച്ചത്. അവർക്ക് ദുഃഖമില്ല, പ്രയാസമില്ല, അവർക്ക് ആരെയും ഭയക്കേണ്ടതില്ല. അവർക്ക് അല്ലാഹുവാണ്, അല്ലാഹു മതിയെന്ന് ചിന്തിക്കുന്ന മഹാന്മാരാണ് അവര്. അവരെന്തും പേടിക്കൂല.
ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഔലിയാക്കന്മാർ വലിയ മഹാന്മാരായത്, അതുകൊണ്ട് വലിയ പദവി അങ്ങ് എത്തിക്കളഞ്ഞത്. എത്രയെത്ര സംഭവങ്ങളാണ് പറയാനുള്ളത്. പക്ഷേ ഇപ്പോ സാലിഹീങ്ങളോടുള്ള മഹബത്ത് കുറയ്ക്കാനാണ്, മഹാന്മാരോടുള്ള അതാ ഇഷ്ടം കുറയ്ക്കാനാണ്, ഔലിയാക്കളുമായുള്ള ബന്ധം കുറയ്ക്കാനാണ്. ഔലിയാക്കന്മാരെ കുറിച്ചിട്ട് അതാ ഫ്ലൈറ്റ് ഭരിക്കുന്നത് ഔലിയാക്കളാണോ? അല്ലേ, ഫ്ലൈറ്റ് ഭരിക്കുന്നത് ഔലിയാക്കളാണോ എന്നാ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു ഫ്ലൈറ്റിനെ കൊണ്ടുപോകുന്നവനാരാണ്? അത് പൈലറ്റ് അല്ലേ സഹോദരങ്ങളെ? അത് പൈലറ്റ് അല്ലേ? എന്നാൽ പൈലറ്റിനേക്കാൾ പവറാണോ ഔലിയാക്കൾക്ക്? അതല്ല, ഔലിയാക്കളെക്കാളും കൂടുതൽ പവറാണോ പൈലറ്റിനുള്ളത്? നിങ്ങളൊന്ന് പഠിച്ചോ, മനസ്സിലായിക്കോ. ആർക്കാണ് ഇവിടെ പവർ ഉള്ളത്? അതുകൊണ്ട് ഫ്ലൈറ്റിനെ ഭരിക്കാൻ അവർക്ക് കഴിയില്ലെന്നാണോ? അല്ലെങ്കിൽ ഭരിക്കാതെ അവരെ കൊണ്ട് പറ്റില്ലെന്നാണോ? ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തെല്ലാം ആഫാത്തുകൾ മുസീബത്തുകൾ വരുമ്പോ മഹാന്മാരായ ആളുകളെ വിളിച്ചിരുന്നില്ലേ നമ്മുടെ മുൻഗാമികള്? പക്ഷേ അതെല്ലാം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാലം നിങ്ങൾക്ക് വരുമല്ലോ, അവർക്കൊന്ന് തഖ്വയില്ല. തഖ്വയില്ലാതെ ജീവിക്കുമ്പോ അവർക്ക് എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാകുന്നു. തഖ്വയില്ലാതെ ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ടാകുന്നു. അവരെ എന്തെല്ലാം രോഗത്തിന് അടിമപ്പെടേണ്ടി വരും. ഇന്ന് കണ്ടില്ലേ, നമ്മുടെ ലോകത്ത് കൂടുതൽ വിലമതിക്കാൻ പറ്റുന്ന സാധനം എന്താണ്? കൂടുതൽ ലോകത്ത് എന്താണ് ഇപ്പോൾ ആവശ്യമുള്ളത് പറയാൻ കഴിയോ നിങ്ങൾക്ക്? വെള്ളമല്ല, ഭക്ഷണമല്ല, മരിച്ചു. കൂടുതൽ ലോകത്തിപ്പോൾ ആവശ്യമുള്ളത് ഹോസ്പിറ്റലാണല്ലോ. ഹോസ്പിറ്റലില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ചില ആളുകളുണ്ട്, വീട് എവിടെയാണ് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പോ അവര് മനസ്സിലാക്കുന്നത് വീടുണ്ടാക്കേണ്ട സ്ഥലം എവിടെയാണ്? അത് ഹോസ്പിറ്റലിന്റെ അടുത്താണ് വീടുണ്ടാക്കേണ്ടത്. നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിരുന്ന വാചകം അങ്ങനെയല്ല. വീടുണ്ടാക്കേണ്ടത് എവിടെയാണ്? പള്ളിയുള്ള സ്ഥലത്തല്ലേ, മദ്രസയുള്ള സ്ഥലത്താണ് ഞങ്ങൾക്ക് വീടുണ്ടാക്കേണ്ടത്. ഇപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. വീടുണ്ടാക്കേണ്ട സ്ഥലം അതാ ഹോസ്പിറ്റലിന്റെ അടുത്താണ്. എവിടെയാണ് ഹോസ്പിറ്റൽ ഉള്ളത്? അവിടെയാണ് വാടകപ്പുറയിൽ താമസിക്കണോ? അവിടെയാണ് വീടുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ഇല്ലാതെയാവുകയാണ്, മഹാന്മാരോടുള്ള മഹബത്ത് ഇല്ലാതെയാവുകയാണ്. അങ്ങനെ മഹാന്മാരുടെ മദ്ഹ് പറയുന്ന, സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയുന്ന വയലുകളോ പ്രസംഗങ്ങളോ നഷ്ടപ്പെടുകയാണ്. അവരെ അതാ താഴ്ത്തുന്ന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നമ്മുടെ ഇടയിൽ കേൾക്കാൻ കഴിയുകയാണ്. അങ്ങനെ കേൾക്കാൻ കഴിയുന്ന രംഗം വന്നാൽ നമ്മുടെ ഈമാനെ പിഴച്ചു പോവുകയാണ്. ആഖിറ സമാനിൽ ജീവിക്കുന്ന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ഉമ്മ പെങ്ങന്മാരെ, സഹോദരിമാരെ, നിങ്ങളോടൊരൽപ്പം പറയണമെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ സമയം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. മുസ്ലിമീങ്ങളെ, ഒരൊറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഏതൊരു പ്രവർത്തനം ഇവിടത്തെ ആലിമീങ്ങളുടെ നേതൃത്വത്തിലായിരിക്കണേ. ആലിമീങ്ങൾ കാണിച്ചു തരാത്ത ഒരു വഴിയിൽ ചെറുപ്പക്കാരാ പോയി കളയല്ലേ.
കല്യാണ സദസ്സ് ആയാലും ഇനി സുബ്ഹാനല്ലാഹ് എന്തൊരു പരിപാടിയായാലും, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ, ഇതേ ചെറുപ്പക്കാരൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചു, മോനെ നീ മൗലീദ് കഴിക്കലില്ലേ? അതിൽ യാ സയ്യദി സനദി എന്നില്ലേ നബി തങ്ങളെ നേരിട്ട് വിളിക്കലില്ലേ? അപ്പോൾ അവൻ പറഞ്ഞതോ, ഉസ്താദ് ഞാൻ മൗലീദ് കഴിക്കാതെ 2 കൊല്ലമായി. നിന്റെ ഉമ്മയും ഉപ്പയും കഴിക്കാറുണ്ടല്ലോ, അവരെ കഴിച്ചത് കൊണ്ടല്ലേ അങ്ങനെയായി പോയത്. ഞാൻ മൗലീദ് അതുകൊണ്ടാണ് കഴിക്കാത്തത്. ഇങ്ങനെ മഹാന്മാരുമായുള്ള ബന്ധം കുറയ്ക്കാനുള്ള വഴി എന്താണ്? അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നാലോ വലിയ ആഫത്ത് വന്നെത്തിപ്പോകുന്നു, വലിയ രോഗം വന്നെത്തിപ്പോകുന്നു. ഇപ്പോൾ എവിടെ നോക്കിയാലും ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് അതാ നടക്കലാണ്. എവിടെ പോയാലും ചില വയലിന്റെ സദസ്സ് മാത്രം പരിമിതിയാണ്. ഈ വയലിന്റെ സദസ്സിൽ ഇവിടെ പെണ്ണുങ്ങളില്ല, ആണുങ്ങൾ മാത്രമാണ്. അവർ മറക്കപ്പുറത്താണ്, വളരെ റാഹത്തായിരിക്കുകയാണ്. അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഉമ്മമാരെ, നിങ്ങൾ അത് ആ വയല് കേൾക്കാൻ വേണ്ടി വന്നവരാണെങ്കിൽ ഇവിടെ ചന്തയുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ കേറി വരുന്ന സമയത്ത് ബാക്കിലൂടെ ചന്ത കണ്ടുപോയി. അവിടെ കുറച്ച് പെണ്ണുങ്ങളെ കാണാമായിരുന്നു. ഉമ്മ, നിങ്ങളത് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഇത് ഉത്സവത്തിലേക്ക് വന്നതല്ല, അല്ലെങ്കിൽ നാടകത്തിലേക്ക് വന്നതല്ല. പ്രപഞ്ച സൃഷ്ടിച്ച റബ്ബിന്റെ വാല് കേൾക്കാൻ വേണ്ടി വന്നതാണ്. മഹാന്മാരുടെ സംഭവം കേൾക്കാൻ വന്നതാണ്. ഈ കിടക്കുന്ന മഹാന് വെറുതെ മഹാനായതല്ല. കല്യാണ സദസ് എവിടെയും അതാ അലങ്കോലപ്പെടുത്തിയ മഹാനല്ല. എവിടെയും അതാ വാലിന്റെ സദസ്സിൽ പോയപ്പോ അങ്ങാടി ചന്തകളിൽ ചുറ്റിക്കറങ്ങിയ മഹാനല്ല. മറിച്ച് ഏതെങ്കിലും തോന്നിവാസം ചെയ്ത മഹാനല്ല. അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് ജീവിച്ച മഹാനല്ല. സുബ്ഹാനല്ലാഹ്. കല്യാണ സദസ്സിന്റെ എത്ര കാലമായി നമ്മുടെ ആദാ പണ്ഡിതന്മാർ അത് പറയാൻ തുടങ്ങിയിട്ട്, മോനെ കല്യാണ സദസ്സ് മലീമസപ്പെടുത്തല്ലേ, അതിന്റെ കാരണം ത്വലാഖിലേക്ക് എത്തിപ്പോവുകയാണ്. മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. എല്ലാരും ചൊല്ലിക്കോ, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على അതേ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒരു 20 ശരിക്കും ശ്രദ്ധിക്കാൻ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ വാല് നിർത്തട്ടെ. എന്റെ സഹോദരന്മാരെ, ബാക്കിൽ നിൽക്കുന്ന ആളുകളൊന്നും മുമ്പോട്ട് കടന്നു വരിക. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഈ വാല് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന വാലാക്കി അല്ലാഹു എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അല്ലാഹു പകർന്നു നൽകുമാറാവട്ടെ. ഇത് കാരണം കൊണ്ട് അല്ലാഹു എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു തട്ടിക്കളയുമാറാവട്ടെ. എത്ര ആലിമീങ്ങളാണ് വഅദ് പറഞ്ഞത്. ഒരു 10-25 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പ് ഇങ്ങനെയുള്ള കല്യാണ സദസ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ പുതിയാപ്പളന്മാരെ കൊണ്ടുപോകുന്നത്, നമ്മുടെ പെൺകുട്ടികളെ അതാ പുതിനാട്ടിമാരെ കൊണ്ടുപോകുന്നത് വലിയ രംഗമാണ്. സുബ്ഹാനല്ലാഹ്. അതിന് എന്താണ് പേര് പറയുന്നത്? ഞങ്ങൾക്ക് വാക്കുകളില്ല.
പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇസ്ലാമിന്റെ സംസ്കാരം ഇത്രയാണെന്ന് മറ്റുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുമാറ് വീതം നമ്മുടെ സംസ്കാരം മാറ്റിക്കളഞ്ഞാലോ റബ്ബ് നിങ്ങളെ വെറുതെ വിടില്ല മക്കളെ. ഒരിക്കലും പടച്ചവൻ നിങ്ങളെ വെറുതെ വിടില്ല. എത്ര സമയങ്ങളായി നമ്മുടെ പണ്ഡിതന്മാർ വാല് പറഞ്ഞിട്ട് ഇപ്പോൾ നിക്കാഹൊന്ന് കഴിക്കുന്നതേയുള്ളൂ. ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിലേക്ക് പോയി, സുബ്ഹാനല്ലാഹ്, നിക്കാഹ് കഴിക്കുന്നതേയുള്ളൂ. പിന്നെ അതാ പുതിനാട്ടിയും സ്റ്റേജിലേക്ക് വന്നുപോയി. അതാ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണ് സ്റ്റേജില്. കല്യാണ പന്തലിലല്ല, നിക്കാഹ് കഴിച്ച സ്റ്റേജിൽ ഒരുമിച്ച് കൂടിപ്പോയി. വല്ലാത്ത കൂത്താട്ടമാണ്, വല്ലാത്ത ശബ്ദമാണ്. പക്ഷേ താലോളം പാടുന്നത് പെണ്ണിനെയും ആണുങ്ങളെയും ഒന്നിച്ചിരുത്തിയിട്ട് നല്ല 17കാരിയായ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ് പാട്ട് പാടുന്നു. അവരിങ്ങനെ തുള്ളിച്ചാടുന്നു. പാമ്പിനേക്കാളും തേളിനേക്കാളും നരകത്തിന്റെ തീയിനേക്കാളും വലിയ അപകടം പിടിച്ചതല്ലേ അത്? എന്തുകൊണ്ട് ചെറുപ്പക്കാരാ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരാ, നിങ്ങളുടെ കല്യാണത്തിന് മലീമസപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ജനിക്കാൻ വേണ്ടി പോകുന്ന മക്കളെ അതാ രോഗികളാക്കി മാറ്റാൻ എല്ലാം ഡോസ് നിങ്ങൾ കല്യാണത്തിന്റെ സദസ്സിൽ തന്നെ വാങ്ങിക്കളഞ്ഞില്ലേ? എന്തൊരു അപകടകരമായ സഞ്ചാരമാണ്. നമ്മുടെ കേരളത്തിലാണ് അതിന്റെ ഉടലെടുക്കുന്നത്. കോഴിക്കോട് അപ്പുറത്തിൽ നിന്നാണ് എല്ലാം ഉടലെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ഉപ്പള ഭാഗത്തിലും കാഞ്ഞങ്ങാട് ഭാഗത്തിലും കാസർഗോഡുകളിലും അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞാനതിലേക്ക് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊരു തമ്മാടിത്തരമാണ്. കാരണന്മാരെ, നേതാക്കളെ, ആ പെണ്ണുങ്ങൾക്ക് അതാ ആങ്ങളന്മാരുണ്ട്, അല്ലെങ്കിൽ ഉമ്മാന്റെ അനിയന്മാരായ കാരണന്മാരുണ്ട്, വല്യപ്പമാരുണ്ട്. നിങ്ങളൊക്കെ കല്യാണ സദസ്സിൽ കൂടുന്നില്ലേ? നിരോധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വീട്ടില് വലിയ നേതാക്കളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, ചെറിയ മക്കളുടെ അതാ ചെറുപ്പക്കാരായ ഇത് അഭിനിവേശം കാണുമ്പോ ഏതെങ്കിലും ഉമറാക്കൾ വന്നിട്ട് മക്കളത് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഈ കല്യാണത്തിനില്ലെന്ന് പറയാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടെങ്കിലുണ്ട് എന്ന് പറയണേ. കാരണം ആ ചെറുപ്പക്കാര് ചെയ്യുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് അതിന്റെ അതാ കണക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മളല്ലേ? നമ്മളെ വല്യപ്പമാര് കുടുംബങ്ങൾ സംസാരിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്താണ് ചെയ്താൽ വല്യമ്മമാര് സുബ്ഹാനല്ലാഹ് 60 വയസ്സുള്ള പ്രായമുള്ള സഹോദരിമാരല്ല ഉമ്മമാര്, അവരെ കൂടെ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നത്, ഡാൻസ് നടത്തുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ഒച്ചപ്പാടാണ് അവരിവരെ ഉണ്ടാക്കുമ്പോ റബ്ബ് നിങ്ങളെ വെറുതെ വിടുമോ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിന് നിങ്ങൾ വെട്ടിക്കളയുകയല്ലേ? കല്യാണം എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ സുന്നത്തല്ലേ? ആ സുന്നത്തിനെ അല്ലേ മൊത്തം നിങ്ങൾ ഹലാക്കാക്കുന്നത്, മൊത്തം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? ഇതര മതവിഭാഗക്കാർ ചിന്തിക്കുകയാണ്, മുസ്ലിമീങ്ങളുടെ കല്യാണം ഇങ്ങനെയാണോ? അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മുടെ ഈ കല്യാണം എത്തിക്കളഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ ബർത്ത്ഡേ പേരിൽ നടക്കുന്ന തമ്മാടിത്തരങ്ങള്, സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് ഞങ്ങളെ പെൺമക്കളെ ഞങ്ങളെ അയച്ചുവിടുമ്പോ അന്യപുരുഷന്മാര് ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കില്ലേ? ഇല്ലേ?
തീർച്ചയായിട്ടും ഉണ്ടല്ലേ. അവരെ നിങ്ങൾ ആരാടാനും അവരെ നിങ്ങൾ തുള്ളിച്ചാടാനും 1 രൂപ കൊടുത്താൽ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ അത് നിങ്ങൾക്ക് ശാപമായി മാറില്ലേ? അല്ലേ? എന്തൊരു അപകടമരകമ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ? നമ്മുടെ പെൺമക്കളെ അതാ ട്രിപ്പിലേക്ക്, ഇപ്പോഴൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ്, ട്രിപ്പിലേക്കൊക്കെ നമ്മളെ പെൺമക്കളെ ഞങ്ങൾ പറഞ്ഞേക്കുകയാണ്. ഇതിൽ ചില ഉസ്താദന്മാരും മക്കളെ പറഞ്ഞേക്കുന്നുണ്ട്. അവരെയും ഞാൻ വേർതിരിച്ച് പറയുകയല്ല, അവരെയും അതിൽ പെടുത്തുകയാണ്. കാരണം അതാ ഞാൻ ചീത്തയായാലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയുന്നത്? ഇനി മറ്റൊരു ഉസ്താദ് ചീത്തയായാലോ നിങ്ങൾ പറയില്ലേ ആ ഉസ്താദ് മിണ്ടിയിട്ടുണ്ടോ ഉസ്താദ്, പിന്നെ നിങ്ങൾ മിണ്ടിയിട്ട് എന്താണ് കാര്യമുള്ളത് ഇവിടെ? എന്നാൽ ആലോചിച്ചോ, 15കാരികളായ പെൺകുട്ടികളെ സുബ്ഹാനല്ലാഹ് എത്ര കാര്യങ്ങളാ പറയാനുള്ളത്. അവരെ ട്രിപ്പിലേക്ക് പറഞ്ഞു വിടുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കാണാൻ പറ്റാത്ത സ്ഥലത്തിനെ കാണുകയും അവരെ കൊണ്ടുപോയി ഏതെങ്കിലും കളിക്കോപ്പുള്ള സ്ഥലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും വെറും ട്രൗസർ ഇട്ടിട്ട് മാത്രം ഇങ്ങനെ കുളിക്കുന്നതും വെള്ളത്തിൽ നീന്തിപ്പിക്കുന്നതൊക്കെ ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന വലിയ അപകടം അതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ 100 ഹജ്ജ് ചെയ്താലും 1000 സുജൂദ് ചെയ്താലും നിങ്ങൾക്ക് സ്വർഗം പറ്റൂല, നിങ്ങൾക്ക് സ്വർഗമില്ല. കാരണം കുടുംബത്തിനെ ആ രൂപത്തിൽ വളർത്തിയ കാരണം കൊണ്ടാണ്. അവരെ ചെറുപ്പത്തിലൂടെ നിങ്ങൾ കൊടുക്കേണ്ട വലിയ പാഠങ്ങൾ ഉണ്ടായിരുന്നു, വലിയ അദബുകൾ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ചില മഹല്ലുകളിൽ കാണാം സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരായ ചെറിയ കുട്ടികൾ വലിയ ആളുകളെ നോക്കിയിട്ട് എന്തും പറയാൻ മടിക്കുന്നില്ല. അല്ലേ? എന്തൊരു അപകടകരമായ ഒരു സംഭവമാണിത്. ഒച്ചയിട്ട് സംസാരിക്കുന്ന ജനറൽ ബോഡി വരുമ്പോ വലിയവരാണെന്നുള്ള ഒരു വിഷയം പോലുമില്ല, ഒരു ചിന്തയും ഇല്ല. എനിക്ക് 20 വയസ്സാണ്, 60 വയസ്സിന്റെ ഉപ്പാനെ നോക്കിയിട്ട് പറയാൻ എനിക്കൊരു മടിയും ഇല്ല, ഒരു ചിന്തയും ഇല്ല. ആ ചെറുപ്പക്കാര് പീസൂരി കളഞ്ഞില്ലേ? അതേപോലെ ആലിമീങ്ങളുണ്ട് നാട്ടിലെ, പണ്ഡിതന്മാരുണ്ട്. അവര് ദീന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് അതിനെയും എതിർക്കുന്ന കുറെ ആളുകളുണ്ട്, അതിന് സപ്പോർട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടില്ലേ? ആലിമീങ്ങളെ മുഖം നോക്കി ചീത്ത പറയാനും അവരെ ആക്ഷേപിക്കാനും അല്ലാഹുവിന്റെ ദീന് പറയുമ്പോൾ അതബില്ലാതെ സംസാരിക്കുന്ന ചെറുപ്പക്കാർ, സുബ്ഹാനല്ലാഹ് നിന്റെ വില പോകില്ലടാ. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ദീനിനൊരു നിയമമുണ്ട്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. നമ്മുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ നമ്മൾ സൂക്ഷിക്കുന്നവരാകണം. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെയൊന്നും എനിക്ക് ഓർമ്മയില്ല ഉസ്താദേ, ഞങ്ങളെ വീട്ടിൽ വലിയ കുഴപ്പമാണ്. എന്താണ് സംഭവം എന്നറിയോ? ഭാര്യ ഭർത്താവും 2 മക്കളാണ്. സുബ്ഹാനല്ലാഹ് ആ ഭാര്യനെ ആ ചെറുപ്പക്കാരൻ സ്വന്തം അനുജത്തിയുടെ വീട്ടിലേക്ക് വരെ അവന്റെ ഭാര്യ അവൻ പറഞ്ഞേക്കുന്നില്ല. ഒരു വല്ലാത്ത മനസ്ഥിതിയാണ്. അവന്റെ കുടുംബക്കാരന്റെ വീട്ടിലേക്ക്, ഭർത്താവിന്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇവൻ പറഞ്ഞേക്കുകയാണ്. ഭാര്യമാരുടെ കുടുംബത്തിലെ വീട്ടിലേക്ക് ഇവൻ പറഞ്ഞേക്കുന്നില്ല. എന്ത് ചോദിച്ചാലും സ്വന്തം സദാ ജ്യേഷ്ഠാനുജത്തിമാരുടെ വീട്ടിലേക്ക് വരെ പറഞ്ഞേക്കുന്നില്ല. ചെറിയ മക്കള് വന്നിട്ട് വാപ്പോട് പറയാണ്, എത്ര വയസ്സിന്റെ അത്ഭുതം നിങ്ങൾക്ക് കേൾക്കണോ ഉസ്താദേ? അത്ഭുതമാണത്. 13 വയസ്സുള്ള പെൺകുട്ടി ചോദിക്കുകയാണ്, എന്നെ നിങ്ങളെ മംഗലം കഴിച്ചു കൊടുത്താൽ എന്റെ ഭർത്താവിനെ കൊണ്ട് നിങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കും വാപ്പാ.
എടോ നന്ദിയില്ലാത്തവനെ, എടയോ മനുഷ്യത്വം മറവിച്ചു കളഞ്ഞവനെ, ഈ ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കാൻ സ്വന്തം തന്തയല്ലേ ഇതിന് കാരണം? മറ്റാരുമല്ലല്ലോ. കുടുംബമെന്ന് പറഞ്ഞാൽ പരസ്പരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിശ്വാസമാണ്. ഭാര്യയോട് വല്ലാതെ വിശ്വാസമുണ്ടാകണം, ഭർത്താവിനോട് വല്ലാത്ത വിശ്വാസമുണ്ടാകണം, ജ്യേഷ്ഠാനുജന്മാരോട് വല്ലാത്ത വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസം കടന്നു പോകാതെ, കടപുഴഞ്ഞു പോകാതെ സൂക്ഷിക്കല് മുസ്ലിമിന്റെ ബാധ്യതയല്ലേ? സുബ്ഹാനല്ലാഹ്. 2 വയസ്സുള്ള കുഞ്ഞുമക്കളെ വരെ കൊണ്ടുപോയിട്ട് തലയുടെ മുടി വെട്ടുന്ന രോഗതാ രൂപം കണ്ടാലോ? സുബ്ഹാനല്ലാഹ്. സ്വന്തം മാതാപിതാക്കൾ വരെ കൊണ്ടുപോയി വെട്ടലല്ലേ മുടി തോന്നിവാസം. ഇതാ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്താണ് അറിയുന്നത്? പക്ഷെ അതേ രൂപത്തിലല്ലേ കുഞ്ഞുങ്ങൾ വളരുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ, ഇങ്ങനെയുള്ള ഒരു ആദർശം നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇസ്ലാമുമായി നിങ്ങൾക്ക് ബന്ധം വേണ്ട. നിങ്ങൾ മതം വിട്ട് താമസിച്ചോ? കാരണം ഇത് ഗൗരവമായിട്ട് ഞാൻ പറയാനുള്ള കാരണോ, പ്രിയപ്പെട്ടവരെ, ഇത് കാരണം കൊണ്ട് നിങ്ങളുടെ മക്കൾ രോഗിതരായി മാറുന്നു. നിങ്ങൾ വലിയ പ്രശ്നങ്ങളുടെ ആളുകളായി മാറുന്നു. സഹിക്കാൻ പറ്റാത്ത രോഗം കൊണ്ട് നിങ്ങൾ പിടയേണ്ടി വരുന്നു. അല്ലാഹുവിന്റെ ദീന് പരിശുദ്ധമായ സുന്നത്തു ജമാഅത്താണ്. ആ സുന്നത്തു ജമാഅത്ത് ഏതെന്നാണെന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസ് മാത്രമല്ല ഖുർആൻ പറയുന്നത്. മുൻഗാമികൾ എങ്ങനെയാണ് നടന്നുവെന്നത് ഈ എന്റെ സദസ്സിൽ പ്രായമുള്ള ഉപ്പാ, നിങ്ങളുടെ വല്യപ്പമാര് നിങ്ങളും എങ്ങനെയാണ് മൗലീദ് ഓതിയത്? നിങ്ങൾ എങ്ങനെയാണ് ബദരീങ്ങളെ വിളിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് സ്വാലിഹീങ്ങളോട് പോയത്? ആ രൂപത്തിൽ ജീവിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് അതാ ദീനാണെന്ന് പറഞ്ഞു നടക്കാൻ പറ്റില്ല. അല്ലാഹു നമ്മുടെ ജീവിതം നന്നാക്കി തെരുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ. സഹോദരന്മാരെ, വലിയ വിഷയമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അതാണ് പരിശുദ്ധമായ ഈമാൻ, അല്ലാഹുവിന്റെ ദീന്. അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ. അത് അനപ്പല്ല് കൊണ്ടാണ് മുറുകെ പിടിക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. എന്താണ് നിങ്ങൾ കൊടിപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കാതെ അനപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞത്? നിങ്ങൾ ആരുടെയൊക്കെയോ പ്രസംഗം കേട്ട് കളഞ്ഞാലോ, ആരുടെയൊക്കെയോ കുടുക്കിൽ വീണ് കഴിഞ്ഞാലോ നിങ്ങളുടെ മുമ്പല്ലിലുള്ള ഈമാനങ്ങ് തെറിച്ചു പോകും. അതുകൊണ്ട് അനപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിച്ചോ. ആ സുന്നത്തു ജമാഅത്തിലൂടെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ, സ്വാലിഹീങ്ങളോടുള്ള ബഹുമാനത്തോട് ജീവിച്ചാൽ, ഔലിയാക്കളോടുള്ള ബഹുമാനത്തോട് ജീവിച്ചാൽ, സുബ്ഹാനല്ലാഹ്, സ്വാലിഹീങ്ങളുമായുള്ള ബന്ധത്തോട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല. ഞാൻ ഒരൊറ്റൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വയല് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ദഹബി പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് നിങ്ങളോട് ഞാൻ വലിച്ചു കൊണ്ടുപോകുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കണം മോമിനിങ്ങളെ, പിന്നെ ഇരുന്നാ മതി. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ പേരാണ് പരിശുദ്ധമായ ഈ ലോകം തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റുന്ന, നാമേ നാമാക്കി മാറ്റിയ, ഈ ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കൾക്ക് അധികാരം കൊടുത്ത, മോമിനീങ്ങളെ ആളുകൾക്ക്, മോമിനായ മനുഷ്യന്മാർക്ക് സഹായം കൊടുത്ത, ഔലിയാക്കളെ അതാ ആദരിച്ച ബഹുമാനിച്ച
ബഹുമാനിച്ച അർഹമുർ റബ്ബുൽ ഇസ്സത്തായ ആ പടച്ചവനാണ് ഞങ്ങളെ വിളിക്കണം മുഅ്മിനീങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫന്തലാബി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു. ഹാഫിദുൽ അഹബ് രേഖപ്പെടുത്തുകയാണ്. ആ മഹാൻ ആരാണെന്നറിയോ? നിങ്ങൾക്ക് വലിയ പ്രഭാഷകനാണ്, വഅദ് പറയുന്ന പണ്ഡിതനാണ്. അയാളുടെ സ്വഭാവം എന്തെന്നറിയോ? സുന്നത്ത് ജമാഅത്തിന് വലിയ പോരാട്ടമാണ്. അല്ലാഹുവിന്റെ ദീനിന് അത് അക്കമിട്ട് മറുപടി പറയുന്നയാളാണ്. സുന്നത്ത് ജമാഅത്ത് വലിയ പ്രഭാഷണം നടത്തുന്ന ആളാണ്. മഹാനവറുകൾ വലിയ ദർസ് നടത്തുന്ന പണ്ഡിതനാണ്. വലിയ മുതഅല്ലിമീങ്ങൾ അദ്ദേഹത്തിനുണ്ട്. വലിയ ആലിമീങ്ങളാണ് അവർ, ചില്ലറക്കാരല്ല. അയാള് വലിയ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ പേരിൽ, അയാൾ അല്ലാഹുവിന്റെ ദീന് ഉള്ളതുപോലെ പറഞ്ഞതിന്റെ പേരിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചൊരു പണ്ഡിതനുണ്ട്, ഒരു തങ്ങളാണ്. അതേ ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു മഹാൻ, അയാള് തങ്ങളാണ്. പക്ഷേ ഈ പണ്ഡിതനോട് ചെറിയൊരു അസൂയയാണ്. എന്താണ് അസൂയ വരാനുള്ള കാരണം? സുന്നത്ത് ജമാഅത്ത് പറയുന്നുണ്ട് എന്നതിന്റെ ഒരൊറ്റൊരു കാരണത്തില്. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. സുന്നത്തു ജമാഅത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അബൂ ഖൈസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവர்கள் ഇദ്ദേഹത്തിനോട് ഒരു അസൂയ കാണിച്ചു, കുറച്ച് കുറ്റവും പറഞ്ഞു. ഫന്തലാബി റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്ന മഹാനാണ്. മഹാനവറുകൾ ഇങ്ങനെ ഒരു സ്ഥലത്തിലൂടെ അതാ ദർസ് നടത്തുന്ന പതിവും സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്ന പതിവായിരുന്നു. അങ്ങനെ ഇയാളെ ചീത്ത പറഞ്ഞ് ഇബ്നു ഖൈസ് തങ്ങള് ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇയാളെ അതാ വിരോധികൾ എന്ന് പറഞ്ഞാൽ അതേ സ്വന്തം വിരോധികൾ, വ്യക്തിവൈരാഗ്യമുള്ള ആളുകൾ ഇയാളെ അങ്ങ് ചീത്ത വിളിച്ചു, ആക്ഷേപിച്ചു, അങ്ങ് പിടികൂടി ആക്ഷേപിച്ചു, പരസ്പരം ആക്ഷേപം പറഞ്ഞു. അങ്ങനെ കംപ്ലൈന്റ് പോയി രാജാവിന്റെ അടുത്തേക്ക്. അതേ ഈ മനുഷ്യനെ ഞങ്ങൾ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ആരാണ് ഇബ്നു ഖൈസ് ഞങ്ങൾ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യക്തിവൈരാഗ്യമുള്ള മനുഷ്യര് രാജാവിനോട് ചെന്ന് പറഞ്ഞപ്പോ രാജാവ് അയാളെ വിളിച്ചു, ശിക്ഷ നടപ്പാക്കുന്നു. എന്ത് ശിക്ഷ എന്നറിയുമോ? വലിയ കുഴി കുഴിച്ചു. അതില് മഹാനായ ഇബ്നു ഖൈസ് തങ്ങളെ അതിലിട്ടു. എന്നിട്ട് ബന്ദ് ചെയ്തു. ഭക്ഷണം മാത്രം ഒരു ദിവസത്തിൽ ഒറ്റ പ്രാവശ്യം ചെറിയ ഭക്ഷണം കൊടുക്കുന്നു. ഇരുട്ട് റൂമിൽ, അതാ കുഴിയിലാണ്, റൂമിലല്ല ബന്ദ് ചെയ്തത്. മുകൾ കുറച്ച് കല്ലോ മറ്റോ ഇട്ടതാ ബന്ദ് ചെയ്തതാണ്. അതേ ഇബ്നു ഖൈസ് അതാ ഒരുപാട് ദിവസങ്ങളായി കുഴിയുടെ ഉള്ളിൽ കിടന്നിട്ട് ആരും സഹായിക്കാനില്ല. വ്യക്തിവൈരാഗ്യമുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആരും ഇയാൾ ഉപകാരത്തിനില്ല. ഇയാൾ ആ കുടിയിൽ ഇങ്ങനെ കിടന്നമറുന്ന സമയത്തിലാണ് ആ വഴിയിലൂടെ മഹാനായ ഫന്തലാബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. നടക്കുമ്പോൾ ഒരു കുടിയിൽ ഇദ്ദേഹത്തിനെ കാണുന്നു. ഉടനെ തന്നെ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യ, ഇദ്ദേഹത്തിനൊക്കെ കാണുമ്പോൾ മനസ്സിലായി ഇയാൾ ഇന്നയാൾ വ്യക്തതയാണെന്ന്. ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങളെ വ്യക്തിവൈരാഗ്യമുള്ള ആളുകളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തത്. നിങ്ങളെ ആരും രക്ഷപ്പെടുത്താനില്ലല്ലോ. നിങ്ങളൊന്ന് കൈ നീട്ടിത്താ, ഞാൻ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താ.
ഫനാവലഹു ഫഅഖ്റജഹു. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇയാളെ കൈപിടിച്ചു മുകളിലേക്ക് അങ്ങ് വലിച്ചിട്ടു. കുടിയിൽ നിന്ന് പുറത്തെടുത്തു നോക്കുമ്പോ ഇബ്നു ഖൈസിക്ക് മനസ്സാമ കണ്ടതാരെയാണ്? ഞാൻ പലപ്പോഴും ചീത്ത പറഞ്ഞൊരു പണ്ഡിതനെയാണ്. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ കുറ്റം പറഞ്ഞൊരു പണ്ഡിതനാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞു. ഇയാള് വല്ലാതെ അത്ഭുതപ്പെടുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഇമാം മഹാനവറുകൾ പറയുകയാണ്, ഫന്ദലാബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, തൂബൂ മിമ്മാ കുൻത അലീ. ഓ ഇബ്നു ഖൈസ് എന്നവരെ, നിങ്ങൾ ഒരുപാട് പിഴവ് നിങ്ങൾക്ക് സംഭവിച്ചു പോയി. അതേ ആശയപരമായിട്ട് സുന്നത്ത് ജമാഅത്തിലൂടെ. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്തോ. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിതെന്ത് പന്തിനാണ് പറയുന്നത് ആലിമീങ്ങൾക്ക് അറിയാം. നിങ്ങൾ തൗബ ചെയ്തോളൂ. നിങ്ങളിന് ബിദ്അത്തിന്റെ സപ്പോർട്ട് നിൽക്കണ്ട, ബിദ്അത്തുമായി സംസാരിക്കണ്ട, അവർക്ക് ഏണി വെച്ചു കൊടുക്കണ്ട. നിങ്ങൾ അതാ അവര് അവിടുന്ന് ചെയ്തതായ തെറ്റിലേക്ക് നിങ്ങൾ മാപ്പ് ചോദിച്ചോ എന്ന് പറയുമ്പോ മഹാനായ ഇബ്നു ഖൈസ് തങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. അവിടുന്ന് ക്ഷണം കാണിച്ചില്ല, വാശി പിടിച്ചില്ല. അവിടുന്ന് തിരിച്ചൊന്നും പറയാതെ, അവിടുന്ന് വാശി പിടിക്കാതെ തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഞാനൊരിക്കലും മിനി മഹാനായ ഫന്ദലാബിയ തങ്ങളെ കുറ്റം പറയില്ല, അവിടത്തെ അതാ ആശയത്തിനെ കുറ്റം പറയില്ല. ഞാൻ മഹാനവരുകളുടെ ആശയത്തിലാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ് അത് പോയി കഴിഞ്ഞ് മഹാനവരുകൾ ഇങ്ങനെ നടത്തുകയാണ്. ആരാണ്? ഫന്ദലാബി ഇമാം ദർസ് നടത്തുന്ന സമയത്ത് മഹാനവരുടെ ദർസിലേക്ക് ഒരു കല്ലെറിഞ്ഞു. ആരോ കുറച്ച് ഇസ്ലാമിന്റെ വിരോധികൾ കല്ലെറിഞ്ഞു. സുബ്ഹാനല്ലാഹ് കല്ലെറിഞ്ഞപ്പോൾ അത് വീണത് വന്ന് ദർസിലേക്കാണ്, ദർസ് നടത്തുന്ന സ്ഥലത്തിലേക്കാണത് വീണത്. അപ്പോഴാണ് മഹാനവറുകൾക്ക് വല്ലാത്ത വിഷമം വന്നുപോയി. ഇത് എറിഞ്ഞത് അമുസ്ലിമീങ്ങളല്ല, ക്രിസ്ത്യാനികളല്ല, മറിച്ച് ഞാനാണ് മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ തന്നെ, അഥവാ ചുന്നി എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഈ കല്ലെറിഞ്ഞത്. ഞങ്ങളും നിങ്ങളെ പോലെയുള്ള സുന്നികളാണെന്ന് പറഞ്ഞ്, അഥവാ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞാണ് ഇയാള് കല്ലെറിഞ്ഞത്. ഉടനെ തന്നെ ഈ കല്ലെറിഞ്ഞതിന്റെ പേരിൽ മഹാനായ ഫന്ദലാബി ഇമാമിനിക്ക് വല്ലാതെ വിഷമം വന്നുപോയി. ഉടനെ തന്നെ രണ്ട് കൈ ഉയർത്തി പിടിച്ചൊരൊറ്റ ദുആയാണ്, പടച്ചവനെ അദ്ദേഹത്തിന്റെ കയ്യെ നീ നശിപ്പിച്ച് കളയണേ അല്ലാഹ്. എല്ലാ മഹാന്മാരും ഒരുപോലെയല്ല, എല്ലാം സ്വാലിഹീങ്ങൾ ഒരുപോലെയല്ല. അബൂലഹബിന്റെ മകനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയം അതാ കേടായി പ്രാർത്ഥിച്ചു. എന്താണ് കേടായി പ്രാർത്ഥിച്ചു? തന്റെ മകളുടെ ഭർത്താവായിരുന്നു, പിന്നെ ത്വലാഖ് ചൊല്ലിയതാണ്. നിന്നൊരു സിംഹം തൊടാതെ നീ മരിക്കില്ലടാ. ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതേ സിദ്ദീഖ് തങ്ങളെയും നബി തങ്ങളെ അതാ നേരത്തെ മരുമകനായിരുന്നയാള് അബൂലഹബിന്റെ മകനങ്ങ് കുറ്റം പറഞ്ഞപ്പോ നബി തങ്ങൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം നബി തങ്ങൾ കേടായി ആർക്കും പ്രാർത്ഥിക്കില്ല, റഹ്മത്താണ്. പക്ഷേ അവിടുന്ന് പ്രാർത്ഥിച്ചത് നിന്നെ ഒരു സിംഹം തൊടാതെ മരിക്കില്ല.
ഉടനെ തന്നെ ഇദ്ദേഹം ഇത് കേട്ടിട്ട് പേടിച്ചു പോയി. എന്നെ സിംഹം ചിലപ്പോ കൊന്നുകളയുമെന്ന് ഞാനത് ചുരുക്കി പറയുകയാണ്. അങ്ങനെ യാത്രക്കാരുടെ സംഘത്തിലൂടെ ഇയാൾ ഷാമിലേക്ക് യാത്ര ചെയ്തു കച്ചവടത്തിന്. വഴിവെദ്യ വെച്ച് ഇയാൾ കിടന്നുറങ്ങുമ്പോ എല്ലാവരുടെ പൊതിയുടെ മുകളിന്റെ മുകളിൽ ഇയാൾ കിടന്നിട്ട് അതിന്റെ മുകളിൽ മറ്റേ പൊതി ഇങ്ങനെ വെച്ച് ഭദ്രമാക്കി കളഞ്ഞു. ആരും കാണാനില്ല, ഒരു മൃഗവും തൊടാനില്ല. എന്നാൽ അർദ്ധരാത്രിയുടെ സമയമാകുമ്പോൾ ഒരു സിംഹം അതാ ഓടി വരികയാണ്. എല്ലാ പൊതികളിങ്ങനെ മണക്കുകയാണ്. എല്ലാം മണത്ത് ഇങ്ങനെ ചുറ്റി വരികയാണ് യാത്രക്കാരുടെ പൊതിയുടെ ചുറ്റുഭാഗത്തിലൂടെ. അവസാനം മുകളിലേക്ക് കയറുന്നു. ഇവൻ കിടന്ന സ്ഥലത്തിലൂടെയും തവാഫ് ചെയ്യുന്നു. എന്നിട്ട് ഇവനെ കടിച്ച് പൊലിച്ച് പുറത്തേക്കെടുക്കുന്നു. സിംഹം കൊന്നുകളഞ്ഞു. കണ്ടോ, ചില ആ സമയത്ത് ചില മഹാന്മാര് കേടായി ദുആ ചെയ്യും. ചില മഹാന്മാര് കേടായി പ്രാർത്ഥിച്ചാലും പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്നെ കുറ്റം പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ടെന്ന് മജ്‌ലിസിൽ പറഞ്ഞാലും പലപ്പോഴും രക്ഷപ്പെടും. ഇവിടെ മഹാനായ ഫദ്ദൽ ഇമാം പറഞ്ഞതങ്ങനെയല്ല. അല്ലാഹു അവന്റെ കൈ നഷ്ടപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ, മുറിച്ചു കളയുമാറാവട്ടെ. ഒരൊറ്റൊരു ദുആയാണ്. ഇത് പറഞ്ഞിട്ട് തീർന്നു. പിറ്റേ ദിവസം ഒരു കൊള്ള സംഘത്തിനെ അതാ രാജാവ് പിടികൂടുകയാണ്. ആ പിടികൂടിയ കൂട്ടത്തിൽ ഇദ്ദേഹമുണ്ട്. ഇയാളെ ബാഗെന്ന് പരിശോധിച്ചപ്പോ ആ കൊള്ള സംഘത്തിന് കൊള്ളയടിച്ചതായ ഉപകരണങ്ങളും സാധനങ്ങളും ഇയാളുടെ ബാഗിലുണ്ട്, സഞ്ചിയിലുണ്ട്. ഉടനെ തന്നെ ഇയാളെ രണ്ട് കൈയും അങ്ങ് മുറിച്ചു കളഞ്ഞു. മുറിച്ചു എന്ന് മാത്രമല്ല, അയാള് ആ സമയത്തു തന്നെ വീണ് മരിച്ചു കളഞ്ഞു. മരണപ്പെട്ടു പോയി മോമിനീങ്ങളെ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, സുന്നത്തു ജമാഅത്തിനോട് ആരും കളിക്കാൻ നിൽക്കണ്ട, അല്ലാഹുവിന്റെ ദീനിനോട് ആരും കളിക്കാൻ നിൽക്കണ്ട, ഔലിയാക്കളോട് ആരും കളിക്കാൻ നിൽക്കണ്ട. ഏത് സമയത്തിലാണ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ റിയാക്ഷൻ ബാധിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെല്ലാവരെയും പെടുത്തി തെരുമാറാവട്ടെ.